ഓക്കെ, ഓൺലൈൻ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം കേട്ടോ. ഓൺലൈനിലുള്ളവർ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. രണ്ടിട്ടും സെയിം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു. നോക്കാം. ഓക്കെ, ഓഫ്ലൈൻ സ്കാൻ ചെയ്യാട്ടോ.
ഓക്കെ, സ്കാൻ ചെയ്തില്ലേ? സ്കാൻ ചെയ്യണം പെട്ടെന്ന്. ചെയ്തോ? ഇല്ല. ചെയ്തോ? ഓൺലൈൻ സ്ക്രീൻ ഷെയറിംഗ് അല്ലേ? ഓൺലൈൻ നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ആ കാണാമേ. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇനി ഏതാണ് നോക്കാനുള്ള ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പറഞ്ഞത് ഏതായിരുന്നു? EDA. ലൈബ്രറീസ് എല്ലാം നമുക്കിനി നോക്കാനുണ്ട്. ഏതൊക്കെയാണ്? NumPy, Pandas, then Matplotlib ആണ് നമുക്കിനി ലൈബ്രറീസ് ആയിട്ട്, പൈത്തണിന്റെ ലൈബ്രറീസ് ആയിട്ട് നോക്കാനുള്ളത്. ഈ പറയുന്ന NumPy ആയിക്കോട്ടെ, Pandas ആയിക്കോട്ടെ, ഈ പറയുന്ന Matplotlib, ഇതെല്ലാം ഏതിനകത്ത് വരുന്നതാണ്? EDA എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പിനകത്ത് വരുന്നതാണ്. അപ്പൊ EDA മീൻസ് എന്താണ്? EDA മീൻസ് എക്സ്പ്ലോറട്ടറി എന്താ? റെയിൻകോട്ടാണ്. ഓക്കെ, എക്സ്പ്ലോറട്ടറി ഡാറ്റ അനാലിസിസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? എക്സ്പ്ലോറട്ടറി ഡാറ്റ അനാലിസിസ്. എക്സ്പ്ലോറട്ടറി ഡാറ്റ അനാലിസിസ് ആണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ എക്സ്പ്ലോറട്ടറി ഡാറ്റ അനാലിസിസിൽ വരുന്നതാണ് ഏതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്ന ലൈബ്രറീസ് ആയിട്ടുള്ള NumPy ആയിക്കോട്ടെ, പാണ്ടാസ്, then Matplotlib. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് EDA എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് കവർ ചെയ്യാനുള്ളത്. ഇത്രയും ടോപ്പിക്സ് ഇനി കവർ ചെയ്യാനായിട്ടുള്ളൂ നമുക്ക്. ഓക്കെ, NumPy, Pandas and Matplotlib. ഇപ്പൊ നമുക്കിനി അറിയണം എന്തിനാണ് നമ്മൾ ഈ എക്സ്പ്ലോറട്ടറി ഡാറ്റ അനാലിസിസ് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പൊ നമുക്ക് ഈ പറയുന്ന അനാലിസിസ്, നിങ്ങൾ പവർ ബൈ യൂസ് ചെയ്തിട്ടുള്ള അനാലിസിസ്, അത് സെപ്പറേറ്റ് അനാലിസിസ് ആണല്ലേ. പവർ ബൈ എന്ന് പറയുന്നത് ഒരു വിഷ്വലൈസേഷൻ ടൂൾ ആണ്. ആ വിഷ്വലൈസേഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഒപ്പം നമുക്ക് പൈത്തണിന്റെ ലൈബ്രറീസ് ആയിട്ടുള്ള NumPy, Pandas, Matplotlib എല്ലാം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ അനാലിസിസ് സെയിം നമുക്ക് ഇവിടെയും ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നോർമലി കമ്പനീസ് ചോദിക്കുമ്പോൾ പവർ ബി ഐ ചോദിക്കുന്നുണ്ട്, ടാബ്ലോ ചോദിക്കുന്നുണ്ട്, ഒപ്പം പൈത്തൺ അനാലിസിസും അവർക്ക് വേണ്ടി വരും. അപ്പൊ ആ ഒരു ടൈമിൽ നിങ്ങൾ ആരാവശ്യം വരുന്നത്? ഈ പറയുന്ന പാണ്ടാസ്, NumPy ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു ഡാറ്റനെ അനലൈസ് ചെയ്ത് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന പൈത്തൺ ലൈബ്രറീസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അനലൈസിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു അനാലിസിസ് കൊടുക്കാനായിട്ട്. അപ്പൊ ഈ പറയുന്ന Matplotlib എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്? വിഷ്വലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പൈത്തണിന്റെ ലൈബ്രറിയാണ് ആര്? Matplotlib എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ലൈബ്രറിയും കൂടി ഉണ്ട്, Seaborn എന്ന് പറയുന്നത്. Seaborn എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലൈബ്രറിയാണ്? പൈത്തൺ ലൈബ്രറി യൂസ്ഡ് ഫോർ വിഷ്വലൈസേഷൻ ആണ്. പക്ഷെ Seaborn എന്ന് പറയുന്നത് കമ്പയർഡ് ടു Matplotlibനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ ലൈബ്രറിയാണ് ആരെന്ന് പറയുന്നത്? Seaborn. നമുക്ക് Seaborn അത്രയും ഡീപ്പായിട്ട് നോക്കേണ്ടി വരില്ല. കാരണം Seaborn ഈ പറയുന്ന ഡാറ്റ സയൻസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ വിഷ്വലൈസേഷൻസിലൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാനായിട്ട് ആരെ യൂസ് ചെയ്യാൻ പറ്റും? ഈ Seaborn യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? NumPyയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അറിയണം എന്തിനൊക്കെയാണ് ഈ എക്സ്പ്ലോറട്ടറി ഡാറ്റ അനാലിസിസ് ചെയ്യുന്നത്, നമ്മൾ എന്തിനാണ് ഈ ലൈബ്രറീസ് ഒക്കെ യൂസ് ചെയ്യുന്നതെന്ന് അറിയണമല്ലോ. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്? ഒരു ഡാറ്റനെ അനലൈസ് ചെയ്യാൻ പോവാണ്.
അപ്പൊ അനലൈസ് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? നമ്മൾ അനാലിസിസ് ചെയ്യാൻ പോകുന്ന ഡാറ്റ എപ്പോഴും എന്തായിരിക്കണം? ക്ലീൻ ഡാറ്റ ആയിരിക്കണ്ടേ? ക്ലീൻ ഡാറ്റ ആയിരിക്കണം. അത് ഒരിക്കലും എന്താവരുത്, അതിനകത്ത് മിസ്റ്റേക്സോ മിസ്സിംഗ് വാല്യൂസോ അതേപോലെ തന്നെ ഔട്ട്ലയേഴ്സ് അതേപോലെ കുറെ കാര്യങ്ങളുണ്ട്, നോയ്സ്, അങ്ങനെ കുറെ കൺസെപ്റ്റ്സ് വരുന്നുണ്ട്. ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഡാറ്റ സെറ്റിനകത്ത് ഉണ്ടായിരിക്കാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ റോങ് ഫോർമാറ്റ് ആയിരിക്കരുത്, നോയ്സ് ഉള്ള ഡാറ്റ ആയിരിക്കരുത്, അങ്ങനെ കുറെ കൺസെപ്റ്റ്സ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഈ ഡാറ്റ സെറ്റിനെ നമുക്ക് തരുന്ന ഡാറ്റ സെറ്റ് എപ്പോഴും പ്യുവർ ഫോമിലായിരിക്കണം എന്നില്ല, അതെന്തായിരിക്കാം? ഇംപ്യുവർ ആയിരിക്കാം. ഇനി നമുക്ക് കിട്ടുന്ന ഡാറ്റ എപ്പോഴും എന്താണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് കിട്ടുന്ന ഡാറ്റ എപ്പോഴും റോ ആണോ പ്യുവർ ആണോ? റോ ഡാറ്റ ആയിരിക്കും. അതെപ്പോഴും പ്യുവർ ഡാറ്റ ആവണമെന്നില്ല. നമുക്കിപ്പോ ഡാറ്റ സെറ്റ്സ് കളക്ട് ചെയ്യുന്നത് കാഗിൾ എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കാഗിൾ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അപ്പൊ ആ സൈറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റാസ് കളക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഏതോ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റാസിനെ എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെല്ലാം ഈ ഡാറ്റാ സെറ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ. തരാം, ലാസ്റ്റ് ചെയ്താൽ പോരെ. കാഗിൾ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെല്ലാം, നിങ്ങൾ പവർ ബി ആയിക്കോട്ടെ, ഈ പറയുന്ന ഡാറ്റ അനാലിസിസ്, പൈത്തൺ അനാലിസിസ് ആയിക്കോട്ടെ, എന്താണെന്നുണ്ടെങ്കിലും ഡാറ്റ സെറ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്ന, വർക്ക് ചെയ്യാൻ പോകുന്ന എക്സാമ്പിൾസ് അല്ലെങ്കിൽ എക്സാമ്പിൾ ഡാറ്റ സെറ്റ്സ് അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യാനായിട്ടൊക്കെ എടുക്കുന്നത് എവിടെ നിന്നായിരിക്കണം? ഈ കാഗിൾ. നമുക്ക് ഇനിയും കാഗിൾ എന്നല്ല, അല്ലാതെയും കുറെ സൈറ്റുകൾ അവൈലബിൾ ആണ് ഡാറ്റ സെറ്റ്സ് എടുത്ത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതില് ഒരു നല്ലൊരു സൈറ്റാണ് ഈ കാഗിൾ എന്ന് പറയുന്നത്. കാഗിൾ എടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കുറെ ഡാറ്റാ സെറ്റ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അത് പല കാറ്റഗറീസിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോക്കിയെടുക്കാൻ, പ്രൊജക്ട്സ് ചെയ്യാനായിക്കോട്ടെ, നിങ്ങൾക്ക് എവിടെ നിന്ന് എടുക്കാൻ പറ്റും ഡാറ്റാ സെറ്റ്സ്? ഈ പറയുന്ന ഇതില് കാഗിൾ എന്ന് പറയുന്ന സൈറ്റിനകത്ത് നിന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് ഏതൊരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള എന്ത് കിട്ടും? ഡാറ്റാ സെറ്റ്സ് കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടത് ആനിമേഷൻ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആനിമേഷൻ ബേസ്ഡ് ഡാറ്റ സെറ്റ്സ് കിട്ടും. ഓക്കെ, അപ്പൊ എന്ത് കാറ്റഗറി ആണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇവിടുന്ന് ഡാറ്റ സെറ്റ്സ് ഡൗൺലോഡ് ചെയ്യാം, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഓക്കെ, അപ്പൊ അതാണ് കാഗിൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ കാഗിൾ എന്ന് പറയുന്ന സൈറ്റിൽ, കാഗിൾ എന്നല്ല, ഏതൊരു സൈറ്റും ആയിക്കോട്ടെ, നമുക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു ഡാറ്റ എന്ന് പറയുന്നത് ഒരിക്കലും എന്തായിരിക്കില്ല? പ്യുവർ ഫോമിലായിരിക്കില്ല. പ്യുവർ ഫോമിലല്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? പ്യുവർ അല്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തുവാണ്? റോ ഡാറ്റയാണ്. ഇനി റോ ഡാറ്റ മീൻസ് എന്തപ്പോ? റോ ഡാറ്റ ആണ്, മിസ്സിംഗ് വാല്യൂസ് ഉണ്ടായിരിക്കും. നൾ വാല്യൂ തന്നെയാണ് മിസ്സിംഗ് വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മിസ്സിംഗ് വാല്യൂസ് ഉണ്ടായിരിക്കാം. പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ അതിനകത്ത് എക്സ്ട്രാ കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ കയറി വന്ന് ഒരു കോളത്തിനകത്ത് തന്നെ പല രീതിയിലും എന്ത് ചെയ്യാൻ പറ്റും? വാല്യൂസ് വരുന്ന പോലത്തെ കോളംസ് ആയിരിക്കും. അതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ക്ലീൻ ചെയ്തെടുക്കേണ്ടി വരും. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യും. ഈ സെയിം സംഭവം തന്നെ നിങ്ങൾ എവിടെയും ചെയ്യും, പവർ ബിഐനകത്തും ചെയ്യും. ഓക്കെ, അവിടെ ചെയ്യുന്നത് ഡിഫറൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ഇനി ക്ലീൻ ഡാറ്റ ആയിരിക്കണം എന്ന് പറഞ്ഞു. ക്ലീൻ ഡാറ്റ മീൻസ് ആ ഡാറ്റയ്ക്കകത്ത് എന്ത് പാടില്ല? മിസ്സിംഗ് വാല്യൂസ്. ഇപ്പൊ നോക്കേണ്ട കാര്യങ്ങൾ, മെയിൻലി നോക്കേണ്ടത് മിസ്സിംഗ് വാല്യൂ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടി വരും. മിസ്സിംഗ് വാല്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ നോക്കേണ്ടത് നോയ്സ് ഡാറ്റ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. നോയ്സ് മീൻസ് എന്താണ്? എന്താ? അൺവാണ്ടഡ് ആയിട്ടുള്ള ഡാറ്റ പോയിന്റ്സ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഡാറ്റയിൽ കോളത്തിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ നോയ്സ് ഉണ്ടെങ്കിൽ ആ നോയ്സ് നമ്മൾ കളയേണ്ടി വരും. അതേപോലെ തന്നെ ഔട്ട്ലയേഴ്സ് നമ്മൾ അത്രയും ബാധിക്കുന്ന കാര്യമല്ല. ഔട്ട്ലയേഴ്സ് നോർമലി പ്രഡിക്ഷൻസിലൊക്കെയാണ് നമുക്ക് അത് എഫക്ട് ചെയ്യുന്നത്. ഇപ്പൊ പ്രഡിക്ഷൻസ് മീൻസ് മെഷീൻ ലേണിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ? മെഷീൻ ലേണിംഗിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായി നിങ്ങൾ ഡാറ്റാനെ ക്ലീൻ ചെയ്തേ പറ്റൂ. ഈ ഔട്ട്ലയേഴ്സ്, നോയ്സ് ഒന്നും അവിടെ നമ്മുടെ പ്രഡിക്ഷൻസിന് നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. ഇപ്പൊ എഫക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പം ഒരു ഹൈ വാല്യൂവിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മെഷീൻ കൺസിഡർ ചെയ്യും അതായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്ന വാല്യൂ എന്ന് വിചാരിച്ചിട്ട് റോങ് പ്രഡിക്ഷൻസ് തരാനുള്ള ചാൻസസ് കൂടുതലാണ് മെഷീൻ ലേണിംഗിന്റെ കേസിൽ. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഔട്ട്ലയേഴ്സ് ഉണ്ടെങ്കിൽ ഔട്ട്ലയേഴ്സിന് അവിടെ കളയണം. ഇവിടെ നമ്മൾ അത്രയും ബാധിക്കില്ല. ഇനി ഔട്ട്ലയേഴ്സ് മീൻസ് എന്താണ്? ഒരു സർട്ടൈൻ റേഞ്ചിൽ നിന്ന് മാറി നിൽക്കുന്ന വാല്യൂസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഈ ഔട്ട്ലയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഒരു ഡാറ്റ കൺസിഡർ ചെയ്യാണ്, നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്തൊക്കെയാണ് നമ്മൾ ഒരു ഡാറ്റ കിട്ടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. ഇപ്പൊ ഞാനൊരു ഹൈറ്റ് ആൻഡ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ സെറ്റ് എടുക്കാണ്. ഒരാളുടെ ഹൈറ്റ് വരുന്നുണ്ട്, ആളുടെ എന്തും വരുന്നുണ്ട്, വെയിറ്റും വെച്ചിട്ടുള്ള ഒരു ഡാറ്റ സെറ്റ് ഞാൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏത് ഫോമിലായിരിക്കാം? സെന്റിമീറ്റേഴ്സിലായിരിക്കും അല്ലെ? അപ്പൊ സെന്റിമീറ്ററിലാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? 154 സെന്റിമീറ്റർ ഉള്ള ഒരു ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാവാം? എത്ര?
60 കൊടുക്കാണ് ഞാൻ. 60 വെയിറ്റിന് ഏതാ യൂണിറ്റ് കൊടുക്കും നമ്മള്? kg കൊടുത്തു. ഓക്കെ, കിലോഗ്രാം പാസ് ചെയ്തു. ഇനി അടുത്ത ആളുടെ ഹൈറ്റ് ഞാൻ പറയാണ് 161 സെന്റിമീറ്റർ ഉള്ള ഒരു ഹൈറ്റുള്ള ഒരാളുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഞാൻ 67 kg കൊടുത്തു. ഇനി നെക്സ്റ്റ് അഗെയിൻ വെയിറ്റ് എന്ന് ഹൈറ്റ് എന്ന് പറയുന്നത് 157 ആണ് 157 സെന്റിമീറ്റർ. ദെൻ ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 70 ആണെന്ന് വിചാരിക്കുക. 70 kg ആയിട്ട് എടുക്കുക. നെക്സ്റ്റ് അഗെയിൻ ഡാറ്റ സെറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഡാറ്റ പോയിന്റ്സ് എല്ലാം ഉണ്ടായിരിക്കാം. നമുക്ക് കുറെ ഡാറ്റ പോയിന്റ്സ് ഉണ്ടായിരിക്കാം. എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യുക, ഒരു 167 സെന്റിമീറ്റർ ഉള്ള ഒരാൾക്ക് ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 23 ആയിട്ട് കൊടുത്തു, അല്ലെങ്കിൽ 20 ആയിട്ട് കൊടുത്തു. 20 kg കൊടുത്തു. ഇനി അതേപോലെ തന്നെ ഞാൻ ഒരു ഹൈറ്റ് കൊടുക്കാണ് 200 അല്ലെങ്കിൽ 300 സെന്റിമീറ്റർ എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 10 kg ആയിട്ട് കൊടുത്തു. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു ഡാറ്റ സെറ്റ്, എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഡാറ്റ സെറ്റ്. ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുമോ എല്ലാ വാല്യൂസും കറക്റ്റ് ആണെന്നുള്ളത്? ഏതോ രണ്ട് വാല്യൂസ് മാറി കിടക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഒരു 167 സെന്റിമീറ്ററില്, അതായത് ഹൈറ്റ് ഉള്ള ഒരാൾക്ക് 20 കിലോഗ്രാം വരാൻ പറ്റുമോ? ഇല്ല. 300 സെന്റിമീറ്റർ എന്ന് പറയുന്ന ഒരു ഹൈറ്റ് ഉള്ള ഒരാൾ ഉണ്ടായിരിക്കുമോ? ഇല്ല. അതേപോലെ തന്നെ ആളുടെ വെയിറ്റ് എത്ര കൊടുത്തിരിക്കുന്നത്? 10 kg എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റയാണോ? അല്ല. ഇത് നമ്മൾ അനലൈസ് ചെയ്ത് തന്നെ എടുക്കണ്ടേ? ഇങ്ങനെ ഒരു ഹൈറ്റിൽ ഒരാളുണ്ടെന്ന് നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താണ്? ഇതിനകത്ത് ആകെ കൂടെ 1 2 3 4 5 റോസാ വരുന്നുള്ളൂ, അല്ല, അതായത് 5 വാല്യൂസ് വരുന്നുള്ളൂ. സോ അത് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അല്ലാതെ ഇതൊരു വലിയ ഡാറ്റ സെറ്റ് ആയിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു റോങ് ഫോർമാറ്റിലുള്ള ഡാറ്റ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവോ? ഇല്ല. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്തെടുക്കേണ്ടി വരും? അനലൈസ് ചെയ്ത് തന്നെ എടുക്കേണ്ടി വരും. പിന്നെ ഈ അനലൈസ് ചെയ്യുന്ന സമയത്ത് റോങ് ഫോർമാറ്റിലുള്ള ഡാറ്റ മാത്രമല്ല, നമ്മൾ മിസ്സിംഗ് വാല്യൂ ഉണ്ടെന്ന് മാത്രമല്ല അനലൈസ് ചെയ്തെടുക്കുന്നത്, അതിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്ന യൂസ്ഫുൾ ഇൻസൈറ്റ് എന്നുള്ളതും കൂടി നമ്മൾ എന്ത് ചെയ്തെടുക്കേണ്ടി വരും? അനലൈസ് ചെയ്ത്. നമ്മൾ അനാലിസിസ് ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? അതിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സിനെ കളക്ട് ചെയ്തെടുക്കാനാണ്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഒരു റോങ് ഫോർമാറ്റിലുള്ള ഡാറ്റാസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ ഇതൊന്നും നോക്കാതെ നിങ്ങൾ അനലൈസ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ഇൻസൈറ്റ് ആണോ കിട്ടുന്നത്? നമ്മൾ അനാലിസിസ് ചെയ്യുന്നത് തന്നെ ആർക്കും ആയിക്കോട്ടെ, ക്ലയന്റ് ബേസോ നിങ്ങൾ ചെയ്യുന്ന കമ്പനി ബേസ്ഡ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ അനലൈസ് ചെയ്യുന്നത് അവർക്ക് അതിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റ് കിട്ടാനായിട്ടാണ് അല്ലെ? അതിൽ ഇതേപോലത്തെ ഡാറ്റാസ്, റോങ് ഫോർമാറ്റിലുള്ള ഡാറ്റാസ് ഒക്കെ വന്നിട്ട് ആ ഒരു ഡാറ്റയാണ് നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടോ നിങ്ങളെ കൊണ്ട്? ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ പറയുന്ന ഡാറ്റേനെ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഡാറ്റേനെ എന്ത് ചെയ്ത് നോക്കുക, ചെറിയ രീതിയിൽ ഒരു അനാലിസിസ് നടത്തിയിട്ട് അതിൽ ഇതേപോലെ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടോ, റോങ് ഫോർമാറ്റ് ഡാറ്റ ഉണ്ടോ, ഡാറ്റ പോയിന്റ്സ് അവ ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ കളയുക. ഇതൊക്കെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമ്മൾ ഇനി ഒരു ഡാറ്റ എവിടേക്കായിരിക്കും ഇപ്പൊ ഇപ്പൊ നിങ്ങൾ ഡാറ്റ അനലിസ്റ്റ് റോളിലോട്ട് ഇറങ്ങാൻ പോകുന്നവരാണല്ലേ? എവിടേക്ക് ആയിരിക്കും നമ്മൾ ഈ അനലിസ്റ്റ് റോളിലോട്ട് അപ്ലൈ ചെയ്യേണ്ടി വരാം? എവിടേക്ക് ആയിരിക്കാം? ബിസിനസ്സിലായിരിക്കും കൂടുതലും വേണ്ടി വരാം അല്ലെ? ബിസിനസ്സിൽ നമ്മൾ എന്തിനായിരിക്കും കൂടുതൽ അനാലിസിസ് ചെയ്യുന്നത് തന്നെ? ഇൻസൈറ്റ്സ് കിട്ടാനായിട്ട്. ഇൻസൈറ്റ് കിട്ടിയിട്ട് അവർക്ക് എന്ത് ഇൻസൈറ്റ് അവർക്ക് വേണ്ടത്? ഏതാ? ഡിസിഷൻ എടുക്കാനായിട്ട്. അതായത് ആ ഒരു ഇൻസൈറ്റിൽ നിന്ന് അവർക്ക് ഒരു പെർട്ടിക്കുലർ ഡിസിഷനിലോട്ട് എത്തണം. അപ്പൊ ആ ഡിസിഷനിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡാറ്റ ചെയ്യുന്നത് എന്തായിരിക്കണം? കറക്റ്റ് അനാലിസിസ് ആയിരിക്കണം അല്ലെ? തെറ്റായ ഒരു അനാലിസിസ് കൊടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡാറ്റ ക്ലീനിങ് മെത്തേഡ് പ്രോസസ് നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത്. ഇനി ഈ അനലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഡിസിഷൻ മേക്കിംഗ് ആണെന്ന് പറഞ്ഞു, അത് എന്തൊക്കെ രീതിയിലുള്ള ഡിസിഷൻസ് ആയിരിക്കാം? ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണോ വേണ്ടയോ? ഓക്കെ, അതൊരു അനാലിസിസ് ആണ്. പിന്നെ ഏതൊക്കെ പ്രോഡക്റ്റ്, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്, നമ്മൾ ആമസോണിന്റെ സൈറ്റ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അവിടെ നിങ്ങളൊരു അവിടുത്തെ ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ ആമസോണിന്റെ സൈറ്റ് ആണെന്ന് വിചാരിക്കുക. അതിനകത്ത് കുറെ പ്രൊഡക്ട്സ് വരുന്നുണ്ട് അല്ലെ? അപ്പൊ അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് അതിന്റെ ഡാറ്റ സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ അതിൽ നിന്ന് എന്ത് അനാലിസിസ് ആയിരിക്കും നടത്താം? എന്തൊക്കെ അനാലിസിസ് അതിൽ നടത്താൻ പറ്റും അവർക്ക് വേണ്ടത്? അതായത് ആമസോണിന്റെ ആ ഒരു കമ്പനിക്ക് വേണ്ട ഒരു അനാലിസിസ് ആണ് ഞാൻ ചോദിക്കുന്നത്. ഏത് പ്രൊഡക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ അവർക്ക് സെയിൽ ആവുന്നതെന്ന് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവർക്ക് കിട്ടുന്ന ഡാറ്റയിൽ നിന്ന് ഏത് പ്രൊഡക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്ത് സെയിൽ ആയി പോകുന്നത്. ഇനി പിന്നെന്താ അനാലിസിസ് നടത്താൻ പറ്റും?
ഏത് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ആ ഒരു പ്രൊഡക്റ്റ്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഒരു പ്രൊഡക്റ്റ് കൂടുതൽ സെയിലായി പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് ആ ഒരു ഏത് ഏരിയയിലാണ്, ഇപ്പൊ ഒരു അനാലിസിസ് കിട്ടി, ഇനി അതിൽ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് അടുത്ത അനാലിസിസ് നടത്തിക്കൂടെ? അപ്പൊ ആ സെയിൽ ആവുന്ന ആ ഒരു പ്രൊഡക്റ്റ് ഏത് ഏരിയയിലാണ് ഇനി കൂടുതൽ സെയിലായി പോകുന്നത്? ചിലപ്പോൾ എല്ലാ ഏരിയയിലും സെയിൽ ആവണം നിർബന്ധമില്ല, ചിലപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിലായിരിക്കും. അത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു അനാലിസിസ് അവർക്ക് കിട്ടുമല്ലോ. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് കുറെ സെയിലായി പോകുന്നുണ്ട്, അപ്പൊ അതൊരു പർട്ടിക്കുലർ ഏരിയയിലാണ്, അത് എന്തുകൊണ്ടാണ് ആ ഏരിയയിൽ അത്രയും മീൻസ് പ്രൊഡക്റ്റ് സെയിലായി പോകുന്നത് എന്നുള്ള ഒരു അനാലിസിസ് ആദ്യം കിട്ടും അല്ലെ. ദെൻ ആ ഒരു ഏരിയയിൽ അത്രയും പ്രൊഡക്റ്റ് സെയിൽ ആവുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഏരിയനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ലൊക്കേഷൻ ബേസ് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്? ആ ഒരു പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യാം, അങ്ങനെ കാണിപ്പിക്കാൻ പറ്റൂല, അതായത് വിസിബിൾ ആക്കി കാണിക്കാൻ പറ്റും. അതായത് ഏരിയനെ ബേസ് ആഡ്സ് ഒക്കെ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും അവർക്ക്. അതായത് അത് കമ്പനിയുടെ ആവശ്യമാണ് അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ട് അവര് ആ ഒരു ഏരിയയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. ഇനി അത് ബാക്കിയുള്ളവർക്കും കൂടി ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അവരിലോട്ടും കൂടി അവർക്ക് എത്തിച്ചുകൂടെ? അങ്ങനെ ഒരു രീതിയിൽ ഒരു അനാലിസിസ് അവർക്ക് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റ് ഇന്ന ഏരിയയിൽ മാത്രം സെയിലായി പോകുന്നുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നിങ്ങൾക്ക് അറിയാലേ, ഇപ്പൊ നമ്മുടെ ഇവിടെ കിട്ടുന്ന കുറെ നമുക്ക് ചില സമയത്ത് അറിയാം, ഇപ്പൊ നിങ്ങൾ ആഡ്സ് ഒക്കെ കണ്ടിട്ട് ആ ഒരു ഏരിയയിലുള്ള പ്രൊഡക്റ്റ് നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ? ചാൻസ് കുറവാണ് അല്ലെ. ചില പ്രൊഡക്ട്സ് നമ്മുടെ ഏരിയയിലോട്ട് എത്താൻ ചാൻസ് ഇല്ല. അത് ചിലപ്പോൾ വേറൊരു ഏരിയയിൽ നമ്മൾ ഇട്ടിട്ട് അതിന്റെ പിൻകോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, പക്ഷെ നമ്മുടെ അവിടേക്ക് അത് എത്താനും ചാൻസ് ഇല്ല. അപ്പൊ ആ ഒരു അനാലിസിസ് അവരെങ്ങനെ ചെയ്യുന്നത്? ഇതിൽ നിന്നല്ല, അവർക്ക് സെയിൽ ആവുന്നതിനനുസരിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? അവരുടെ പ്രൊഡക്ട്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെന്തൊക്കെ അനാലിസിസ് ചെയ്യാൻ പറ്റും? കസ്റ്റമേഴ്സ് ഏജ് ഗ്രൂപ്പിൽ ഏത് ഏജസിലാണ് ഈ പറയുന്ന സെയിൽ പോയോണ്ടിരിക്കുന്നത് എന്നെല്ലാം അവർക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഏജ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താ നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള പ്രൊഡക്ട്സിനെ മാത്രം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇനി സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലാത്ത നമുക്ക് മെയിൻലി നമ്മൾ ചിലപ്പോൾ സ്ട്രൈക്ക് ചെയ്ത് പോകും അല്ലെ, അത് വാങ്ങാം എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും നമുക്ക് കാണുന്നുണ്ടാവുക, വിസിബിൾ ആവുന്നുണ്ടാവുക. ചിലപ്പോൾ അല്ലാത്തപ്പോ ചെറിയൊരു നിങ്ങൾ ഏജ് കൊടുക്കുന്നത് ചെറിയ ഏജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും വരയ്ക്കുക. നമ്മളിപ്പോ 25 ആണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏജിൽ ആവശ്യമുള്ളവർക്ക് എന്തൊക്കെ വേണം എന്നുള്ള രീതിയിലായിരിക്കും അതിന്റെ അനാലിസിസ് പോകുന്നുണ്ടാവുക. പിന്നെ എന്തൊക്കെ അനാലിസിസ് ചെയ്യാൻ പറ്റും? റിട്ടേൺ വരുന്ന പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്? ഇപ്പൊ റിവ്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് അനാലിസിസ് ചെയ്തൂടെ? ഇപ്പൊ റിവ്യൂസ് എടുത്തിട്ട് ആ റിവ്യൂവിൽ നിന്ന് ഏത് പ്രൊഡക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ ബാക്ക് വരുന്നത്, അവർക്ക് വേണമെങ്കിൽ ആ പ്രൊഡക്റ്റ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ അവർക്ക് കമ്പനിക്ക് നഷ്ടം വരുന്ന രീതിയിൽ അവർ എന്തെങ്കിലും ചെയ്യോ? ഇല്ല. അവർ എപ്പോഴും നോക്കുന്നത് എന്തായിരിക്കും? അവരുടെ കമ്പനി എങ്ങനെയൊക്കെ ഗ്രോ ചെയ്യണം, അതിന് നെഗറ്റീവായിട്ട് നിൽക്കുന്ന എന്താണോ അതിനെ അവർക്ക് എടുത്ത് മാറ്റാൻ പറ്റും. ഇനി അവർക്ക് പോസിറ്റീവ് തരുന്ന ഏതാണോ അതിനെ മാത്രം ഇംപ്ലിമെന്റ് ചെയ്യും വേണം അവർക്ക്. അതിന് വേണ്ടിയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? നമ്മള് അനാലിസിസ്, ഇപ്പൊ മാർക്കറ്റ് അനാലിസിസ് അവര് ഒരു സ്ട്രാറ്റജി അതായിരിക്കും അല്ലെ. ആ ഒരു അനാലിസിസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള അനാലിസിസ് ചെയ്യാം. അപ്പം കൂടുതൽ പോകുന്ന പ്രൊഡക്റ്റ്, കൂടുതൽ പോവാത്ത പ്രൊഡക്ട്സ്, സെൽ ആവാത്ത പ്രൊഡക്ട്സ്, ഇനി നെഗറ്റീവ് കമന്റ്സ് വരുന്ന നെഗറ്റീവ് റിവ്യൂ വരുന്ന പ്രൊഡക്ട്സ് ഏതാണ്, ഇതെല്ലാം അവിടെ എന്ത് ചെയ്യും? അനലൈസ് ചെയ്യും. അതേപോലെ തന്നെ അത് ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, അതിലെല്ലാം അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെ. ഇനി ഇതല്ലാതെ നമുക്ക് അടുത്ത അനാലിസിസും ഈ പറയുന്ന ബിസിനസ് സ്റ്റോക്ക് മാർക്കറ്റിംഗിലായാലും ഇതൊക്കെ തന്നെ അല്ലേ. ഏതൊക്കെ സ്റ്റോക്ക് ഏറ്റവും കൂടുതൽ പോകുന്നുണ്ട്, എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ആ ഒരു റേഞ്ച് പോകുന്നത്, എവിടൊക്കെ കുറയുന്നുണ്ട്, ഇതെല്ലാം അനാലിസിസ് തന്നെയല്ലേ. സ്റ്റോക്ക് മാർക്കറ്റിലും ഇതേപോലെ തന്നെ അനാലിസിസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റോക്ക് മാർക്കറ്റിംഗ് ഇൻവെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യോ? കൊണ്ടുകൊടുക്കോ? ഇല്ല. നിങ്ങൾ എപ്പോഴും നോക്കുന്ന എന്താണ്? ആ ഒരു ഗ്രാഫിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിംഗ് അനാലിസിസ് എല്ലാം ചെയ്യുന്നത്. സോ അവിടെയും എന്താണ്? അനാലിസിസ് തന്നെയാണ് നടക്കുന്നത്. ഇനി അതിനു വേണ്ടി മാത്രം ഇരിക്കുന്നവരുണ്ട്, അതിനുവേണ്ടി മാത്രം അനാലിസിസ് ചെയ്യാനായിട്ടുള്ള കമ്പനീസ് ഉണ്ട്. ജിയോജിത്ത് ഒക്കെ സ്റ്റോക്ക് അനലിസ്റ്റ് ഉണ്ട്. ഇത് നമ്മൾ സെൽഫായിട്ട് ചെയ്യും അല്ലെ. നിങ്ങൾ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കും. അതും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടേതായിട്ടുള്ള ഒരു ബേസിക് അനാലിസിസ് യൂസ് ചെയ്തിട്ടാണ്. അതിനുവേണ്ടി മാത്രം ടൈം എടുത്തിരുന്ന് ചെയ്യുന്നവരുണ്ട്. ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റ് അനാലിസിസ്, സ്റ്റോക്ക് അനാലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് റോൾസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ അനാലിസിസിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെല്ലാം ഈ വിഷ്വലൈസേഷൻ തന്നെ ആ ഒരു ഡാറ്റയുടെ ഈ പറയുന്ന ഗ്രൂപ്പിംഗ് ഒക്കെ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന അനാലിസിസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇനി ഈ സെക്ടർ ബിസിനസ്സിൽ മാത്രമാണോ? അല്ല, ഹോസ്പിറ്റൽ ഏരിയാസിൽ വരുന്നുണ്ടല്ലേ. ഹോസ്പിറ്റൽ അനാലിസിസ്, ഹോസ്പിറ്റലിൽ ഇപ്പൊ എന്ത് വരുന്നുണ്ട്? ഒരു അനലിസ്റ്റ് റോൾ വരുന്നുണ്ട്, ഡാറ്റ സയന്റിസ്റ്റ് റോളും വരുന്നുണ്ട്.
ഇപ്പൊ ഏതൊരു സെക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ ആരാ ആവശ്യമുണ്ട്? ഇപ്പൊ അനലിസ്റ്റിന് അവർക്ക് ആവശ്യമുണ്ട്. അപ്പൊ അവര് വേണ്ട എന്താണ്? അവരുടെ ആ ഒരു കമ്പനി അല്ലെങ്കിൽ അവരെന്താണോ ചെയ്യുന്ന ആ ഒരു അനാലിസിസ് അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ വളർച്ചയും അതേപോലെ തന്നെ താഴ്ചക്ക് വരുന്നത് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തായാലും ഒരു ഇപ്പൊ നമുക്ക് വരുന്ന ഡാറ്റാസുകളൊന്നും ചെറിയ ഡാറ്റകളല്ല. അതാണ് മെയിൻ കാര്യം അല്ലെ. നമുക്ക് വരുന്ന ഡാറ്റാസുകളൊന്നും ചെറുതല്ല, എല്ലാം വലുതാണ്. അപ്പൊ ചെറിയൊരു ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തന്നെ ഇരുന്നിട്ട് ചെറിയ രീതിയിലൊക്കെ ഒരു അനാലിസിസ് നടത്താം. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? എല്ലാം ഇപ്പൊ വരുന്ന എല്ലാം ഇപ്പൊ എന്താണ്? സിസ്റ്റം ബേസ്ഡ് ആണ്. അപ്പൊ എല്ലാം ഡാറ്റാസ് ആണ്, എല്ലാം സെർവേഴ്സ് ആണ്. അതിൽ നിന്നാണ് ഡാറ്റാസ് നമ്മൾ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു അനാലിസിസ് വരുത്തുന്നത്. അപ്പൊ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? EDA എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ എക്സ്പ്ലോറട്ടറി ഡാറ്റ അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ എക്സ്പ്ലോറട്ടറി ഡാറ്റ അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി ഓരോന്നായിട്ട് നോക്കണം. NumPy എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പാണ്ടാസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മാറ്റ്പ്ലോട്ലിബ് ആൻഡ് സീബോൺ ഇത് രണ്ടും വിഷ്വലൈസേഷൻ ടൂൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്താണ്? NumPy. ഫസ്റ്റ് നോക്കാൻ പോകുന്നത് NumPy ആണ്. ഇനി എന്താണ് NumPy എന്നറിയണം അല്ലെ. എന്തായിരിക്കും NumPy എന്ന് പറയുന്നത്? ഏതാ? NumPy എന്താണ്? എന്തെങ്കിലും മനസ്സിലായോ? ന്യൂമറിക്കൽ. നം മീൻസ് ന്യൂമറിക്കൽ. ന്യൂമറിക്കൽ പൈത്തൺ. NumPy എന്ന് പറയുന്നത് എന്താ പറഞ്ഞ? ന്യൂമറിക്കൽ കേട്ടില്ലായിരുന്നു. ന്യൂമറിക്കൽ കേട്ടില്ല. PY എന്തായിരുന്നു പറഞ്ഞ? പ്യൂരിഫിക്കേഷനോ? ഓക്കെ, നന്നായിട്ടുണ്ട്. ഡാറ്റ ക്ലീനിങ്ങിന് പ്യൂരിഫിക്കേഷൻ. NumPy മീൻസ് ന്യൂമറിക്കൽ പൈത്തൺ ആണ്. NumPy എന്ന് പറയുന്നത് ഒരു പൈത്തൺ ലൈബ്രറി ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ന്യൂമറിക്കൽ പൈത്തൺ, ന്യൂമറിക്കൽ അനാലിസിസ് ഒക്കെ നടത്താനായിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? NumPy എന്ന് പറയുന്ന ലൈബ്രറി യൂസ് ചെയ്യുന്നത്. ഇനി NumPy എന്ന് പറയുന്നത് മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള, ന്യൂമറിക്കൽ മീൻസ് എന്താണ്? മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള അനാലിസിസ് ഒക്കെ ചെയ്യാനായിട്ടാണ് NumPy യൂസ് ചെയ്യുന്നത്. നമ്മൾ മെയിൻലി NumPy യൂസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്ക് പൈത്തണില് അറേ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടോ? ഇല്ല. ഉറപ്പല്ലേ? ഇല്ല. ഉറപ്പാണല്ലോ. NumPyൽ അറിയില്ലേ? പൈത്തണില് സോറി പൈത്തണില് അറേ ഉണ്ടോ? ഉറപ്പാണോ? ഓൺലൈൻ ഉറപ്പാണോ? ഇല്ല. അപ്പൊ നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്തിരുന്നത്? പൈത്തൺ കളക്ഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ അല്ലെ. നമുക്ക് പൈത്തണിനകത്ത് പൈത്തൺ കളക്ഷൻ ഏതൊക്കെയായിരുന്നു? ലിസ്റ്റ്, സെറ്റ്, ടപ്പിള്, ഡിക്ഷണറി ഒക്കെ യൂസ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ എന്തായിരുന്നു? നമുക്ക് അറേ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എവിടെ വരുന്നില്ല? പൈത്തണിനകത്ത് വരുന്നില്ല. സോ ഇവിടെ പക്ഷെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അറേ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അറേ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ യൂസ് ചെയ്യേണ്ടി വരും? NumPy വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? അറേ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഡയറക്ട്ലി നമുക്ക് പൈത്തണിനകത്തില്ല, ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല അറേനെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ന്യൂമറിക്കൽ പൈത്തൺ ആയിട്ടുള്ള NumPy യൂസ് ചെയ്തിട്ട് നമുക്ക് ആരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? അറേനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അറേയാക്കി മാറ്റുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയി, നമുക്ക് വരുന്ന ഡാറ്റാസ് എല്ലാം ചെറുതല്ല വലുതാണെന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്താക്കി മാറ്റേണ്ടി വരും? അറേ ഫോർമാറ്റിലോട്ട് മാറ്റേണ്ടി വരും. ഇനി അറേ നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആരെ യൂസ് ചെയ്യും? ന്യൂമറിക്കൽ പൈത്തൺ ആയിട്ടുള്ള NumPy യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇനി NumPy യൂസ് ചെയ്തിട്ട് നമ്മൾ ആരെ ക്രിയേറ്റ് ചെയ്യും? അറേ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആരെ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഇനി NumPy യൂസ് ചെയ്യുന്നത്. NumPy മീൻസ് ന്യൂമറിക്കൽ പൈത്തൺ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള അനാലിസിസ് ഒക്കെ ചെയ്യാനായിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? മാത്തമെറ്റിക്കൽ അനാലിസിസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇനി ആരെ യൂസ് ചെയ്യാൻ പോകുന്നത്? NumPy യൂസ് ചെയ്യുന്നത്. NumPy യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യും? അറേ ആണ് ഇനി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. യൂസിങ് NumPy വി ക്രിയേറ്റ് അറേസ്. അറേ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഒരു റീസൺ എന്തായിരുന്നു? നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി നോർമലി നമ്പേഴ്സ് എടുത്ത് ചെയ്യുന്നേക്കാളും ഫാസ്റ്റ് ആയിരിക്കും അറേ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അറേ യൂസ് ചെയ്യുന്നത്. NumPy വെച്ചിട്ട് നമ്മൾ അറേ എല്ലാം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി NumPy എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറെ അറേസ് ക്രിയേറ്റ് ചെയ്യണം. കുറെ 1 ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ, 3 ഡയമെൻഷണൽ എന്നൊക്കെ പറഞ്ഞ കുറെ അറേസ് ക്രിയേറ്റ് ചെയ്യും. കുറച്ച് ബോറിംഗ് ആണ്, ഇപ്പോഴേ പറയാം. കുറച്ച് ബോറിംഗ് ആണ്. അറേ കൺസെപ്റ്റ് മെട്രിക്സസ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. മെട്രിക്സ് കൺസെപ്റ്റ് ഒക്കെയാണ് ഈ NumPyൽ വരുന്നത്. അത് കഴിഞ്ഞാലാണ് പാണ്ടാസിലോട്ട് നമ്മൾ പോവുക.
ക്ലാസ്സിലോട്ട് വരണമെന്നാണ് ആലോചിക്കുന്നത് ആര്യ. ഏത് എവിടെ? ഇനി കുറച്ചും കൂടി ബോറാവുന്ന പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് നമ്പൈ ആണുള്ളത്. നമ്പൈ കഴിഞ്ഞാൽ എന്താണ് പാണ്ടാസ് എന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് എവിടെ എന്ത് പറ്റി? നമ്പൈ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പാണ്ടാസ് എന്താന്ന് കൂടി അറിഞ്ഞിട്ട് എവിടേക്ക് വരാം? നമ്പൈയിലോട്ട് തന്നെ വന്ന് കുറച്ച് നാള് ആ നമ്പൈയിൽ തന്നെയായിരിക്കും നമ്മള് നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ ഈ പാണ്ടാസ് എന്താന്ന് കൂടി അറിയണം അല്ലെ? പാണ്ടാസ് ഇപ്പൊ എന്താണ് പാണ്ടാസ് എന്ന് പറയുന്നത്? ടാബുലാർ ഫോം എന്നല്ല, ഒരു ഡാറ്റ സ്ട്രക്ചറിലോട്ട് മാറ്റുന്നതിനാണ് ഈ പാണ്ടാസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പാണ്ടാസ് വരുന്ന സമയത്ത് തന്നെ പഠിക്കാം. പക്ഷെ ഇത്രയും മനസ്സിലാക്കാം, ഇനി ആ സമയത്ത് അറിയില്ല എന്ന് പറയരുത്. പാണ്ടാസ് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനാണ്? യൂസ്ഡ് ഫോർ ഡാറ്റ മാനിപ്പുലേഷൻ. ഡാറ്റസിനെ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? പാണ്ടാസ് യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് ഫോർ ഡാറ്റ മാനിപ്പുലേഷൻ. ഡാറ്റ മാനിപ്പുലേഷൻ ആരെ യൂസ് ചെയ്യും? നമ്മൾ പാണ്ടാസ്. ഇപ്പൊ ഡാറ്റ മാനിപ്പുലേഷൻ മീൻസ് ലൈക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ക്ലീനിങ് ആയിക്കോട്ടെ, ഇനി ഈ പറയുന്ന സെന്റിമീറ്റേഴ്സ് ഇപ്പൊ ഇൻ കേസ് എങ്ങനെ നിങ്ങൾ വിചാരിക്കുക, ഹൈറ്റ് എന്ന് പറയുന്ന ഒരു കോളത്തിനകത്ത് കറക്റ്റ് സെന്റിമീറ്റർ ആണല്ലോ വേണ്ടേ. ഇനി അറിയാതെ ഇവിടെ എങ്ങാനും സെന്റിമീറ്ററിന് പകരം ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കും, ഇങ്ങനെ വന്നു, ഇത് തെറ്റല്ലേ? ഇപ്പൊ ഇത് ഓൾറെഡി തെറ്റായിട്ടുള്ള ഒരു ഡാറ്റയാണ്. നമുക്ക് അത് വിട്ടിട്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ ഞാൻ എന്ന് കൊടുത്തു, ഇത് തെറ്റല്ലേ? ഇതിന് എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? മാറ്റേണ്ടി വരും. അങ്ങനെ ഒരു വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ നിന്ന് അത് മാറ്റേണ്ടി വരും. അപ്പൊ ഞാൻ ആരെ യൂസ് ചെയ്യണം? അവിടെ സെന്റിമീറ്റർ ആക്കി കൊടുക്കണം. അപ്പൊ അതെല്ലാം ചെയ്യുന്നത് നമ്മൾ പാണ്ടാസ് യൂസ് ചെയ്തിട്ടാണ്. ഇനി പറയുന്ന സ്ട്രിപ്പിംഗ് ആയിക്കോട്ടെ, റീപ്ലേസിംഗ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇതൊക്കെ മാറ്റി കൊടുക്കണ്ടേ? ഇതിനെല്ലാം നമ്മൾ എന്താണ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഡാറ്റ ആ ഒരു കോളത്തിനൊക്കെ ചേഞ്ചസ് വരുത്തേണ്ടി വരും. അപ്പൊ അതെല്ലാം യൂസ് ചെയ്യുന്നത് ആര് വെച്ചിട്ടാണ്? പാണ്ടാസ് വെച്ചിട്ടാണ്. അപ്പൊ അതാണ് പാണ്ടാസ് യൂസ്ഡ് ഫോർ ഡാറ്റ മാനിപ്പുലേഷൻ. ഇനി മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ആര് യൂസ് ചെയ്തിട്ടാണ്? നമ്മൾ ഇനി പാണ്ടാസ് യൂസ് ചെയ്തിട്ടായിരിക്കും ഈ മിസ്സിംഗ് വാല്യൂസ് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് വീണ്ടും തിരിച്ച് എവിടെ വരാം? നംപൈയിലോട്ട് വരാം. അപ്പൊ നമുക്ക് ഇനി നംപൈ ആണ് മെയിൻലി നോക്കേണ്ടത്. ഇപ്പൊ നംപൈ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നംപൈ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന നംപൈ നമ്മുടെ സിസ്റ്റത്തിനകത്തുണ്ടോ? നംപൈ ലൈബ്രറി ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനി നംപൈ നമ്മുടെ സിസ്റ്റത്തിനകത്തോട്ട് എടുക്കണം. അപ്പൊ ഇനി അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് നോക്കാം. ഒരു കാര്യം ചെയ്യും നിങ്ങളെല്ലാരും, നമ്മൾ സെയിം പൈച്ചാമിനകത്ത് തന്നെയാണ് ചെയ്യുന്നത്. പൈത്തന്റെ ലൈബ്രറി ഇല്ലേ? പൈത്തനകത്ത് തന്നെ നമുക്ക് പൈച്ചാമിനകത്ത് തന്നെ ചെയ്തുകൂടെ? അപ്പൊ എല്ലാരും പൈച്ചാം എടുത്തോ. പൈച്ചാം എടുക്ക. പൈച്ചാം എടുത്തിട്ട് പുതിയൊരു പ്രൊജക്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. പുതിയൊരു പ്രൊജക്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയാ പുതിയ പ്രൊജക്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്? ഫയൽ എടുക്ക, ന്യൂ പ്രൊജക്ട് എടുക്ക, എന്നിട്ട് എന്ത് ചെയ്യാം? പുതിയൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാം. EDA എന്നിട്ടോ, EDA എന്ന് പേര് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം പാസ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യാം. നോർമലി നമ്മൾ പുതിയൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ പുതിയ പ്രൊജക്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യാം.
പ്രൊജക്ട് ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്കിനി എന്ത് ചെയ്യണം? ഈ പ്രൊജക്ട് ഫയലിനകത്താണ് ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? NumPy ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ എടുക്കുന്ന പ്രൊജക്ട് ഫയൽ നമ്മൾ മുന്നേ ചെയ്ത ഫയലല്ല, ഏത് പ്രൊജക്ട് ഫയലാണോ ഞാൻ NumPy യൂസ് ചെയ്യുന്നത് അതിനകത്തായിരിക്കും ആ NumPy നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഏത് പ്രൊജക്ട് ഫയലാണോ അതിനകത്താണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു പ്രൊജക്ട് ഫയലിലോട്ട് ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോവാ? നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് NumPy ആണല്ലോ. സോ NumPyനെ ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇനി ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ ഫയൽസിനകത്ത് തന്നെ പോയിട്ട്, പ്രൊജക്ട് ഫയൽ ക്രിയേറ്റഡ് ആണല്ലോ, ഫയൽസിനകത്ത് പോവുക. ഫയൽസിനകത്ത് പോയിട്ട് ഇതിന് താഴെ വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ഫോർ ന്യൂ പ്രൊജക്ട് സെറ്റപ്പ് കാണും. ന്യൂ ചെയ്യണ്ട, ഞാൻ പറഞ്ഞു തരാം, എന്നിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കും. ന്യൂ പ്രൊജക്ട് സെറ്റപ്പ് എന്ന് കാണും. പറ്റുകയാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോട്ട് ചെയ്ത് വെക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ പറഞ്ഞു ഈ ഒരു പ്രൊജക്ട് ഫയലിലാണ് ഞാൻ NumPy ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി വേറൊരു പ്രൊജക്ട് ഫയൽ നിങ്ങൾക്ക് NumPy ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെയിം സ്റ്റെപ്പ് തന്നെയല്ല ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ സമയത്ത് മറന്നുപോയി എന്ന് പറയരുത്. ഫസ്റ്റ് ചെയ്യേണ്ടത് പ്രൊജക്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യുക. പ്രൊജക്ട് ഫയൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? സെറ്റിംഗ്സ്, നിങ്ങൾ ഫയൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ താഴത്ത് എന്ത് വരും? താഴത്തോട്ട് വരുന്ന സമയത്ത് സെറ്റിംഗ്സ് ഫോർ ന്യൂ പ്രൊജക്ട്, അതായത് ന്യൂ പ്രൊജക്ട് സെറ്റപ്പ് കാണും. ന്യൂ പ്രൊജക്ട് സെറ്റപ്പ് എടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യാം? തൊട്ടപ്പുറത്ത് എന്ത് വന്നിട്ടുണ്ടാവും? സെറ്റിംഗ്സ് ഫോർ ന്യൂ പ്രൊജക്ട് എന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരിക്കും. റൺ കോൺഫിഗറേഷൻ ടെംപ്ലേറ്റ്സും ഉണ്ട്. അതിൽ നമുക്ക് വേണ്ടത് സെറ്റിംഗ്സ് ഫോർ ന്യൂ പ്രൊജക്ട്, അതായത് ഈ പ്രൊജക്റ്റിൽ വേണ്ട സെറ്റിംഗ്സ് ആണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. ഓക്കെ, സെറ്റിംഗ്സ് ഫോർ ന്യൂ പ്രൊജക്ട് സെലക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരാം. പൈത്തൺ ഇന്റർപ്രറ്റർ ആയിരിക്കും വരാം. ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇതിനകത്ത് ചൂസ് ചെയ്യേണ്ടത് എന്തിനാണ്? പൈത്തൺ ഇന്റർപ്രറ്റർ ആയിരിക്കും ചൂസ് ചെയ്യേണ്ടത്. ഇതിനകത്ത് പലതും ഉണ്ട്. അപ്പിയറൻസ്, എഡിറ്റർ, വെർഷൻ കൺട്രോൾ, പൈത്തൺ ഇന്റർപ്രറ്റർ, അതെടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ പറയുന്ന പൈത്തൺ ഇന്റർപ്രറ്റർ എവിടെയാണ് കിടക്കുന്നതെന്ന് കൂടി നോക്കണം. നിങ്ങൾ ഫയലിന്റെ നെയിം എന്തായിരിക്കും? ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫയലിന്റെ നെയിം EDA സെപ്റ്റംബർ എന്നാണ്. സെപ്റ്റംബർ എന്നാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, EDA സെപ്റ്റംബർ എന്നാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്റെ ഫയലിന്റെ നെയിമാണ് സെപ്റ്റംബർ. EDA സെപ്റ്റംബർ എന്നാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ എന്റെ ഫയലിന്റെ നെയിം എന്താണ്? സെപ്റ്റംബർ ആണ്. ഇനി ഇതിനകത്ത് വേണം ഞാൻ എന്ത് ചെയ്യാനായിട്ട്? ഈ NumPyനെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. സോ ഇവിടെ നിങ്ങൾ ഈ പറയുന്ന പൈത്തൺ ഇന്റർപ്രറ്റർ നിങ്ങളുടെ പ്രൊജക്ട് ഫയലിലോട്ട് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം? പ്ലസ് ബട്ടൺ ഉണ്ടായിരിക്കും. ആ പ്ലസ് ബട്ടൺ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഇവിടെ നിങ്ങൾക്ക് NumPy എന്ന് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് NumPyയിലെ ഫസ്റ്റ് കാണുന്ന ആ NumPy ഉണ്ടല്ലോ, ആ ഫസ്റ്റ് NumPy എടുത്തിട്ട് എന്ത് ചെയ്യുക? അവിടെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ പാക്കേജ് കൊടുക്കുക. ചിലവർക്ക് ടൈം എടുക്കും, ചിലവർക്ക് പെട്ടെന്ന് ഡൗൺലോഡ് ആവും. ഓക്കെ, അപ്പൊ ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇൻസ്റ്റാൾ പാക്കേജ് കൊടുക്കുക. ക്ലിയർ ആണോ എങ്ങനെ ചെയ്യുന്നത്? ചെയ്തോ? ഹലോ, ഒരു മിനിറ്റ്. കേൾക്കുന്നുണ്ടോ? പറഞ്ഞോ. ഇത് വിഷ്വൽ സ്റ്റുഡിയോയിൽ വരുമ്പോ എങ്ങനെയാ? വിഷ്വൽ സ്റ്റുഡിയോയിലാണെന്നുണ്ടെങ്കിൽ പിപ്പ് ഇൻസ്റ്റാൾ NumPy. ഏത്? ഇതിനെ നമ്മൾ പ്രൊജക്ട് ഫയലിനകത്ത് ഡൗൺലോഡ് ചെയ്തെടുക്കല്ലേ? പൈച്ചാമൽ കൊടുത്താ പോരെ പിപ്പ് ഇൻസ്റ്റാൾ NumPy? ടെർമിനലല്ലേ ചെയ്യുന്നത്? ധനേഷ് ടൈപ്പ് ചെയ്യുന്നത് ടെർമിനലല്ലേ? ടെർമിനലില് പിപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ. മാം ഏ ശരിക്കും അവിടെ ഇല്ലേ?
ശരിക്കും വേണ്ടിട്ട് ഏതാ ഒരു മിനിറ്റ് ഞാൻ ഇത് സെറ്റ് ചെയ്യട്ടെ. ഒരു മിനിറ്റ് സാല ഇപ്പൊ വരാട്ടോ. ഇനി ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയേ. ന്യൂ പ്രൊജക്ട് സെറ്റപ്പ് എടുക്കുക, സെറ്റിംഗ്സ് ഫോർ ന്യൂ പ്രൊജക്ട് എടുക്കുക. എന്നിട്ട് എന്താ നിങ്ങൾ ചെയ്യുന്നത്, ഇവിടുന്ന് നിങ്ങൾ ഇന്ററപ്റ്റർ മാറ്റി കൊടുക്കണം. പൈത്തൺ ഇന്ററപ്റ്റർ കിടക്കുന്നത് ചിലപ്പോൾ വേറെ നിങ്ങളെ മുന്നത്തെ ഫയലായിരിക്കും. സോ അത് ഇവിടെ മാറ്റി കൊടുക്കുക. ശരിയായോ? എന്നിട്ട് ഇവിടെ പ്ലസ് സൈൻ എടുക്കുക, ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ഒരു മിനിറ്റ്. ഓക്കെ കൊടുത്ത് ക്ലോസ് ചെയ്യണം. മാം, ഈ പൈത്തൺ ഇന്ററപ്റ്ററിന്റെ അവിടെ ഇല്ലേ നോ ഇന്ററപ്റ്റർ എന്നാ കാണിക്കുന്നേ? നോക്കാം. ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തേ. ഓക്കെ. ഇഷ്യൂസ് ഉള്ളവരൊക്കെ അവിടെ നിൽക്കാൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇന്ററപ്റ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പാക്കേജസിന്റെ അവിടെ പ്ലസ് ബട്ടൺ ഉണ്ട്. പ്ലസിന്റെ അവിടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പൈ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമ്പൈ എന്ന് കൊടുത്താൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ പാക്കേജ് കൊടുത്താൽ മതി. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് വരും. എത്ര പേര് കറക്റ്റ് ആയി? ഓഫ്ലൈൻ കറക്റ്റ് ആയി എല്ലാവർക്കും? പാക്കേജസ് ഒക്കെ ഇന്ററപ്റ്റർ സെലക്ട് ചെയ്യാൻ പറ്റിയില്ല എല്ലാവർക്കും? ആർക്കെങ്കിലും അതിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നോ? ഇല്ല. ഓൺലൈനിലോ? ഈ ഓപ്പൺ പ്രൊജക്റ്റിലെ ദിസ് വിൻഡോ ആണോ ന്യൂ വിൻഡോയിലാണോ? ദിസ് വിൻഡോ മതി. ഓക്കെ. സെറ്റ് ചെയ്യാം. ഇൻസ്റ്റാൾ പാക്കേജ് നമ്പർ ഇൻസ്റ്റാൾ സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് വന്നിട്ടുണ്ടാവും. ക്ലോസ് ചെയ്യാം. ഹലോ. ഓഫ്ലൈൻ സൈലന്റ് ആയേ, ഓഫ്ലൈൻ സംസാരിക്കാതിരുന്നേ. ഓൺലൈൻ ആരെങ്കിലും ഇതെന്ന് ചോദിച്ചായിരുന്നോ? അതെ, എന്റെ ശരിയായില്ല. ശരിയായിട്ടില്ലായിരുന്നു? ഇല്ല. അതില് മറ്റേ ന്യൂ സ്ക്രീൻ ഷെയർ ചെയ്യോ? ഗൗതം സ്ക്രീൻ ഷെയർ ചെയ്യണേ. വീണ്ടും പോയി. മിസ് ഷെയർ ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് ഫുൾ സ്ക്രീൻ ആക്കി.
പൈത്തൺ ആ ഒരു പൈത്തൺ ഫുൾ സ്ക്രീൻ ആക്കും. ഇനി ആ ഫയലിന്റെ അവിടെ പോയി സെറ്റിങ്സ് എടുത്ത് ന്യൂ പ്രൊജക്ട് സെറ്റപ്പ്, സെറ്റിങ്സ് ഫോർ ന്യൂ പ്രൊജക്ട്, ദെൻ പൈത്തൺ ഇന്റർപ്റ്റർ സെലക്ട് ചെയ്യാം. നോ ഇന്റർപ്റ്റർ ആണല്ലേ. ക്ലോസ് ചെയ്തിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് ഷോൾ കൊടുത്ത് മൊത്തം ക്ലോസ് ചെയ്യും. പൈത്തൺ മൊത്തം ക്ലോസ് ചെയ്യും. അഗൈൻ പൈത്തൺ എടുത്ത് മറ്റേ ഡാറ്റ അനാലിസിസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊജക്ട് നമ്മൾ ആദ്യമേ പൈത്തൺ ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നല്ലേ. ഷോൾ കാണിച്ച് ഷോൾ ആഡ് ഇന്റർപ്റ്റർ എടുത്ത് ക്ലോസ് ചെയ്തോ. ആഡ് ഇന്റർപ്റ്റർ എടുക്കുക. ആഡ് ക്ലോസ് ചെയ്തിട്ട് ആ പൈത്തൺ ഇന്റർപ്റ്ററിന്റെ നേരെ അപ്പുറത്ത് ആഡ് ഇന്റർപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും എടുത്ത് അഗെയിൻ സെയിം സ്റ്റെപ്പ് സെറ്റിംഗ്സ് ഫോർ ന്യൂ പ്രൊജക്ട് എടുക്കും. ഇനി ഇതിന്റെ ഈ പൈത്തൺ ഇന്റർപ്റ്റർ കണ്ടില്ലേ, അതിന്റെ നേരെ അപ്പുറത്ത് ആഡ് ഇന്റർപ്റ്റർ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് ആ ഡ്രോപ്പ് ഡൗൺ അപ്പുറത്തെ ആഡ് ഇന്റർപ്റ്ററിന്റെ അപ്പുറത്തെ ഒരു ആരോ മാർക്ക് ഉണ്ടോ, അതൊന്ന് ജസ്റ്റ് അമർത്തി. ലോക്കൽ ഇന്റർപ്റ്റർ ആണല്ലോ വരുന്നത്. അടുത്തത് ചൂസ് ചെയ്ത് വേണ്ട, ഇത് ക്ലോസ് ചെയ്തു. ഒരു കാര്യം ചെയ്യ്, ഇന്റർപ്റ്റർ ചൂസ് ചെയ്യുന്നത് ഡാറ്റ അനാലിസിസ് മറ്റേ പാക്കേജിന് എടുക്കും. ദിസ് വിൻഡോ again same settings for new project. അത് ചൂസ് ചെയ്തോ, അതെടുത്തോ. എന്നിട്ട് ഓക്കെ, ജസ്റ്റ് ഓക്കെ അല്ല പ്ലസ് കൊടുത്ത് പ്ലസ് ഇൻസ്റ്റാൾ ചെയ്തില്ല നമ്മൾ അഗെയിൻ സെയിം സ്റ്റെപ്പ് എടുക്ക്. ആ പ്ലസ് സിമ്പിൾ ഉണ്ടോ പാക്കേജിന് നേരെ മേലെ പ്ലസ് എടുക്കാം. നമ്പൈൻ സെർച്ച് ചെയ്യും. സെലക്ട് ചെയ്തോ, ഇൻസ്റ്റാൾ ചെയ്തോ. ഇൻസ്റ്റാൾ പാക്കേജ് താഴെ ഓൺലൈൻ വേറെ ആർക്കെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? എനിക്കുണ്ട് മാം. ആരായിരുന്നു? അഫീഹ.
ആർക്കായിരുന്നു? അഫീഹ അഫീഹ ആ വെയിറ്റ് ചെയ്യട്ടോ. ഈ സെയിം സ്റ്റെപ്പ് തന്നെയാണോ ഫോളോ ചെയ്തത്? ക്ലോസ് ചെയ്തോ? ക്ലോസ് ചെയ്തു. പക്ഷേ അത് ക്ലോസ് ചെയ്യണോ? ക്ലോസ് ചെയ്തോ, ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്ത് ഓക്കെ കൊടുത്തോ ലാസ്റ്റ്. ഓക്കെ. ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നോക്കാം, ഇനി ബാക്കി നോക്കാം. ഓക്കെ കൊടുത്തു. ഓക്കെ, ആ സ്റ്റോപ്പ് ഷെയർ ചെയ്തോട്ടോ. ഓക്കെ. അഫീഹ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ. ഓക്കെ, ഇവിടെ ഓഫ്ലൈൻ ഇൻസ്റ്റാൾ ആയവര് നിങ്ങൾ പുതിയൊരു ഫയൽ എടുക്കുക. ഇൻസ്റ്റാൾ ആയതുകൊണ്ട് നോക്കണ്ടേ? അപ്പൊ ജസ്റ്റ് പുതിയൊരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ആരും നംപൈ എന്ന് പറഞ്ഞ് പേര് കൊടുക്കണ്ട, ഒപ്പം എന്തെങ്കിലും കൊടുത്തിട്ട് നെയിം കൊടുക്കുക. കാരണം നംപൈ എന്ന് പറയുന്നത് പൈത്തന്റെ ലൈബ്രറി ആണല്ലോ. സോ നംപൈ എന്ന് പറഞ്ഞൊരു പേര് മാത്രമായിട്ട് കൊടുക്കരുത്, ഒപ്പം വല്ല എക്സ്ട്രാ അണ്ടർസ്കോർ കൊടുത്തിട്ട് നെയിം നമ്പേഴ്സ് എന്തെങ്കിലും കൊടുത്തിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇത് ഇമ്പോർട്ട് ആയോന്ന് അറിയണല്ലോ. സോ ഇമ്പോർട്ട് നംപൈ ആസ് എൻ പി എന്ന് കൊടുക്കുക. ദെൻ ഒരു എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് എ ഇസ് ഈക്വൽ ടു എൻ പി ഡോട്ട് അറേ ഓഫ് ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് കുറച്ച് വാല്യൂസ് പാസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രിന്റ് ഓഫ് എ എന്ന് കൊടുക്കുക. പ്രിന്റ് ഓഫ് എ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കുക. റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന ആ വാല്യൂ ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ് ഔട്ട്പുട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത ഇൻസ്റ്റാളേഷൻസ് എല്ലാം കറക്റ്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം. ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യണമെന്നാണോ? ഇല്ല, കുഴപ്പമില്ല, ചെയ്തില്ലല്ലോ. നമ്മൾ നമ്പയ്ക്ക് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തല്ലേ. നമ്പർ വെരിഫൈ ചെയ്യട്ടെ ആദ്യം, ഇത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. ഇമ്പോർട്ട് നമ്പർ എസ് എൻ പി ഇത് എന്താന്ന് പറഞ്ഞു തരാം. അതിന് മുന്നേ നിങ്ങൾ ഇമ്പോർട്ട് നമ്പർ എസ് എൻ പി കൊടുക്കുക. എ ഇസ് ഈക്വൽ ടു എൻ പി ഡോട്ട് അറേ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് കുറച്ച് വാല്യൂസ് പാസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ആ വാല്യൂസ് അതേപോലെ തന്നെ ഔട്ട്പുട്ട് ആയിട്ട് കൺസോൾ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ ഇൻസ്റ്റാളേഷനിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ആർക്കെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയാം. അഫീഹ സ്ക്രീൻ ഷെയർ ചെയ്തേ. ഇമ്പോർട്ട് കൊടുക്കണം കേട്ടോ, ഇമ്പോർട്ട് നമ്പേഴ്സ് എൻ പി, എന്നിട്ട് വേണം നിങ്ങൾ ഈ പറയുന്ന കോഡ് കൊടുക്കാനായിട്ട്. എന്താ കാണിക്കുന്നത്? സെറ്റിംഗ്സ് എടുക്കുക, സെറ്റിംഗ്സ് ഫോർ ന്യൂ പ്രോജക്ട്. ഇന്റർപ്രറ്റർ ഒന്നും കാണിക്കുന്നില്ല. മേലെ 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 പൈത്തൺ ഇന്ററപ്റ്റർ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, അവിടെ നോ ഇന്ററപ്റ്റർ എന്നല്ല എടുക്കുന്നത്. ആ ആരോ മാർക്കിന്റെ അവിടെ ഒന്നും കാണിക്കുന്നില്ല. ആ ആരോ മാർക്ക് ഡ്രോപ്പ് ഡൗൺ ചെയ്തേ. അതിനകത്ത് ഇ ഡി എ വന്നിട്ടുണ്ടല്ലോ, പൈത്തൺ 3.11 ഇ ഡി എന്ന് പറഞ്ഞിട്ട്, അത് സെലക്ട് ചെയ്തേ. ദെൻ ആ ഒരു പ്ലസ് ബട്ടൺ കണ്ടോ അവിടെ, പാക്കേജിന് മേലെ പാക്കേജ് വെർഷൻ, ലേറ്റസ്റ്റ് വെർഷൻ, പാക്കേജിനവിടെ നമ്പൈന്ന് സെലക്ട് ചെയ്തേ. ഇനി ആ നമ്പൈ ഇൻസ്റ്റാൾ പാക്കേജ് കൊടുത്ത് ഇൻസ്റ്റാളിങ് ആവുന്നില്ല. ഒന്നും കാണിക്കുന്നില്ല. റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും, ഒന്ന് അക്സെപ്റ്റ് ചെയ്ത്.
നെറ്റ്വർക്ക് ഒക്കെ ഓക്കെ ആണോ? ആ ഓക്കെ ആണ്. ഇതിൽ AI ഓഫ് ചെയ്തിടണേ. ഇതങ്ങനെ ഓഫ് ആവില്ല എന്നാ തോന്നുന്നത്. ഓഫ് ആക്കാം, ഓഫ് ആക്കാം. ഓക്കെ, ഇതിൽ ഓൾറെഡി നമ്പൈ വർക്ക് ആവുന്നുണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും. അപ്പൊ ഞാൻ ഒന്നും ചെയ്യണ്ട. ഒന്നും ചെയ്യണ്ട, ആവുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഓഫ്ലൈൻ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് വന്നായിരുന്നോ? കറക്റ്റ് ആയിട്ട് തന്നെ വന്നു. ഓക്കെ, സ്റ്റോപ്പ് ഷെയർ ചെയ്തോ. ഹലോ. പറഞ്ഞോ. മിസ് എന്റേലും ഇതുപോലെ തന്നെ സെയിം ഇഷ്യൂ കാണിക്കുന്നുണ്ട്. ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്താൽ. എന്താ കാണിക്കുന്ന ഇന്റർപ്റ്റർ സെലക്ട് ചെയ്യാൻ പറയുമ്പോ? ഞാൻ പറയുമ്പോ ഇങ്ങനെയാ. ഒരു മിനിറ്റ്, ഒക്കെ ക്ലോസ് ചെയ്തേ. ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ റൺ ആവോ നോക്കട്ടെ. ക്ലോസ് ചെയ്തോ. ക്ലോസ് ചെയ്യും. അത് ക്ലോസ് ചെയ്യാനല്ല, ഈ ഇന്റർപ്റ്റർ ഈ പറയുന്ന ഫസ്റ്റ് ഇന്റർഫേസ് ക്ലോസ് ചെയ്യാൻ. എനിക്കിപ്പോ പൈത്തൺ ഫയൽ സെലക്ട് ചെയ്യാനായിട്ടാ. ക്ലോസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്ത. ഇനി ഇമ്പോർട്ട് numpy np ഇമ്പോർട്ട് numpy np. ഇതിനകത്തും numpy numpy. ഫുൾ കോളൻ ഒന്നുമില്ല. ഇമ്പോർട്ട് numpy np, then enter a is equal to താഴോട്ട് നെക്സ്റ്റ് ലൈൻ a is equal to
NP ഡോട്ട് ഇതിനകത്തും ഈ പറയുന്ന AI ഓഫ് അല്ല, NP ഡോട്ട് array of print of A. print of A കൊടുത്തു. ഇനി ജസ്റ്റ് ഒന്ന് റൺ ചെയ്തേ. പ്രോഗ്രാം റൺ ചെയ്യേ. ഒരു മിനിറ്റ്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ചെയ്ത് എന്ത് പറ്റി? ഓക്കെ, എന്താ എനിക്ക് ജസ്റ്റ് ആ ഒരു റിമോട്ട് ആക്സസ് തന്നെ. ഇതിനോട്ടിരിക്കുന്ന പേരെന്തായിരുന്നു? ED എന്നോ? ആ
ശരിയായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മിസ്. ഇനി ആർക്കെങ്കിലും ഉണ്ടോ ഓൺലൈൻ സെയിം ഇഷ്യൂ? സ്റ്റോപ്പ് ഷെയർ ചെയ്തു. ഓക്കെ, നമുക്കിനി നോക്കാം എന്താണ് ഈ പറയുന്ന കോഡ് എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഓഫ്ലൈനിൽ എല്ലാവർക്കും ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പൊ നമുക്കിനി നോക്കണം എന്താണ് ഇപ്പൊ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിലെ ഇമ്പോർട്ട് നംപൈ ആസ് NP എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇമ്പോർട്ട് നംപൈ നമ്മൾ എന്ത് ചെയ്തെടുത്തു? ഇമ്പോർട്ട് ചെയ്തെടുത്തു. നംപൈ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് എന്ത് കൊടുത്തു? അവിടെ ആസ് NP എന്ന് പാസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ആസ് NP എന്തിനാണ് കൊടുത്തിട്ടുണ്ടാവുക? ആസ് NP എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തിനായിരിക്കും ഞാൻ ആസ് NP യൂസ് ചെയ്തിട്ടുള്ളത്? നമുക്കെല്ലാവർക്കും ഈ പറയുന്ന പോലെ തന്നെ ഇപ്പൊ നംപൈ എന്ന് പറയുന്ന ഒരു പേരിനെ ഷോർട്ട് ഫോം അല്ലെങ്കിൽ പെറ്റ് നെയിം ആയിട്ട് തന്നെ എന്ത് കൊടുത്തു? NP ആയിട്ട് കൊടുത്തു. അപ്പൊ ഞാൻ ഇനി എന്താണ്, ഇപ്പൊ നമുക്ക് അശ്വതി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പെറ്റ് നെയിം കൊടുക്കും? അച്ചു എന്ന് കൊടുക്കും അല്ലെ? ഇപ്പൊ ഞാൻ അച്ചു എന്നായിരിക്കും പിന്നെ വിളിക്കുന്നത്. അപ്പൊ അശ്വതി ആണെന്നുണ്ടെങ്കിൽ അച്ചു എന്നായിരിക്കും വീട്ടിൽ വിളിക്കുന്ന നെയിം. പെറ്റ് നെയിം ആയിട്ട് നമ്മൾ അച്ചു എന്നൊക്കെ വിളിക്കും. അതേപോലെ തന്നെ നംപൈക്ക് ഞാൻ എനിക്ക് എന്ത് വേണമെങ്കിലും പെറ്റ് നെയിം ആയിട്ട് കൊടുക്കാൻ പറ്റും. പക്ഷെ അതിന്റെ ബേസിക് ഫോർമാറ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു നെയിം ആയിട്ട് കൊടുക്കാറ് എപ്പോഴും എന്തിനാണ്? NP എന്ന് തന്നെയാണ്. എവിടെ നോക്കിയാലും നിങ്ങൾ NP എന്ന് തന്നെയായിരിക്കും കാണാം. ഇനി ഇതിനെ മാറ്റി വേറെ എന്ത് പേര് കൊടുത്താലും അവിടെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്താണ് ആസ് NP മീൻസ് എന്താണ്? ഞാൻ അതിന് ഷോർട്ട് നെയിം ആയിട്ട് കൊടുക്കുന്നതാണ് എന്ത്? NP എന്ന് പറയുന്നത്. അതായത് അതിനെ പറയുന്ന പേര് എന്താണ് ശരിക്കും? ഏലിയാസ് എന്നാണ് അങ്ങനെ കൊടുക്കുന്നതിന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏലിയാസ് എന്നാണ് ആ ഒരു നെയിം നമ്മൾ കൊടുക്കുന്നതിനായിട്ട് പറയുന്ന ഒരു പേര്. ഓക്കെ, അപ്പൊ NP മീൻസ് എന്താണ്? ഏലിയാസ് ആണ്. അതായത് നംപൈനെ ഷോർട്ട് ആക്കിയിട്ട് എന്ത് പറയാണ്? NP എന്ന് പറഞ്ഞു. ഇനി NP എന്ന് ഷോർട്ട് ആക്കി കഴിഞ്ഞാൽ പിന്നെ എവിടെ ഇനി എനിക്ക് നംപൈനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആരെ കൊടുത്താൽ മതി? നംപൈ എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. NP എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. അതാണ് അവിടെ ആസ് NP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നംപൈനെ ഷോർട്ട് ആക്കി എന്ത് ചെയ്യാണ്? ആസ് NP എന്ന് ഞാൻ വിളിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു, നമുക്ക് ഈ പറയുന്ന അറേനെ ഡയറക്റ്റ് ആയിട്ട് പൈത്തൺ യൂസ് ചെയ്ത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ ആരെ വെച്ച് ആക്സസ് ചെയ്യാം എന്ന് പറഞ്ഞു? നംപൈ യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം. സോ ഞാൻ എങ്ങനെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അറേനെ? നംപൈ യൂസ് ചെയ്തിട്ട് നംപൈ ഡോട്ട് അറേ ഓഫ് എന്താണ്? സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് 1 2 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം? അവിടെ അറേ ക്രിയേറ്റ് ആവും. ക്ലിയർ ആണോ? അപ്പം ഇവിടെ എന്താ ഞാൻ ചെയ്തിരിക്കുന്നത്? നംപൈ വെച്ചിട്ടാണ് എന്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? അറേനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. NP ഡോട്ട് ആക്സസ് ചെയ്യാണ്. NP ഡോട്ട് അറേ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് 1 2 3. ഇനി ഈ പറയുന്ന സ്ക്വയർ ബ്രാക്കറ്റ് ലിസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യരുത്. ലിസ്റ്റ് അല്ലത്. ഓക്കെ, അറേ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ ഇത് ഒരു അറേ ആണ്, അത് ലിസ്റ്റ് ആണെന്ന് വിചാരിക്കരുത്. ഞാൻ സിംഗിൾ സ്ക്വയർ ബ്രാക്കറ്റ്സിന് അത് എന്ത് കൊടുക്കാണ്? 1 2 3 ആയിട്ട് കൊടുത്തു. പ്രിന്റ് ഓഫ് A ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? അത് എന്താണോ ഞാൻ അറേ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതെനിക്ക് ഔട്ട്പുട്ട് ആയിട്ട് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? എന്തിനാണ് ഇപ്പൊ ഞാൻ NP യൂസ് ചെയ്തെന്നുള്ളത്? എന്താണ് ഇപ്പൊ ടൈപ്പ് യൂസ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതിന്റെ എന്തറിയാനായിട്ടാണ്? ക്ലാസ് അല്ലെങ്കിൽ ഡാറ്റ ടൈപ്പ് അറിയാനായിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? ടൈപ്പ് ഓഫ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ത്?
numpy dot nd array. nd array പറഞ്ഞുതരാം എന്താന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് അറേനെ ഡയറക്റ്റ് ആക്സസ് ആർക്കില്ല, പൈത്തൺ ഇല്ല. ഞാൻ അറേ ക്രിയേറ്റ് ചെയ്തു, പക്ഷെ ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അറേ എന്ന് പറയുന്നത് എന്ത് അറേയാണ്? numpy യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും numpy വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ numpy ഡോട്ട് nd അറേ എന്നാണ് അവിടെ കാണുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? numpy യൂസ് ചെയ്തിട്ട് ഒരു അറേയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് അവിടെ nd അറേ എന്ന് പറയുന്നത്. ഇനി d എന്താണെന്നറിയില്ലല്ലോ. ഇനി d മീൻസ് ഡയമെൻഷൻ. അപ്പം ഈ അറേ നമുക്ക് പല ഡയമെൻഷനിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അറേസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഡയമെൻഷൻസ് ഇനി 1 ഡയമെൻഷൻ ഉണ്ട്, then 2 ഡയമെൻഷൻ ഉണ്ട്, 2 ഡയമെൻഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ 3 ഡയമെൻഷൻ വരുന്നുണ്ട്. 3 ഡയമെൻഷൻസ് ആണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. സോ 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ ആൻഡ് 3 ഡയമെൻഷൻ. അപ്പൊ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് ഡയമെൻഷൻ ആയിക്കോട്ടെ, ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന അറേ എന്താണ്? nd അറേ ആയിരിക്കും. അത് ഏത് ഡയമെൻഷൻ വേണമെങ്കിലും ആവാം. അതായത് numpy ഡയമെൻഷണൽ അറേ, അതായത് nd അറേ. അതാണ് അവരവിടെ എന്ത് കൊടുക്കാനുള്ള റീസൺ, nd അറേ എന്ന് പറയാനുള്ളത്. അപ്പൊ ഒന്നെങ്കിൽ അത് 1 ഡയമെൻഷണൽ ആവാം, 2 ഡയമെൻഷണൽ ആവാം, 3 ഡയമെൻഷണൽ ആവാം. പല ഡയമെൻഷനിലോട്ട് നമുക്ക് അതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അറേ എന്ന് പറയുന്നത്, numpy യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് nd അറേ, n ഡയമെൻഷണൽ അറേ. ക്ലിയർ ആണോ? എന്താണ് nd അറേ എന്ന് പറയുന്നത്? nd അറേ മീൻസ് n ഡയമെൻഷണൽ അറേ. nd അറേ ഞാൻ അതിന്റെ ഫുൾ ഫോം അറിയാതിരിക്കേണ്ട. nd അറേ മീൻസ് n ഡയമെൻഷണൽ അറേ. ഓക്കെ, n ഡയമെൻഷണൽ അറേ ആണ് nd അറേ എന്ന് പറയുന്നത്. അപ്പൊ numpy യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അറേകളെ എല്ലാം എന്ത് തന്നെ പറയുന്നത്? n ഡയമെൻഷണൽ അറേ എന്നായിരിക്കും പറയുക. നോട്ട് ചെയ്ത് വെക്കാട്ടോ, എന്താണ് nd അറേ? ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഡയമെൻഷണൽ, n ഡയമെൻഷണൽ അറേ എന്താണ്, എങ്ങനെയാണ് അറേ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, numpy വെച്ചിട്ടാണ് നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്യുന്നത്. numpy വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അറേകളെല്ലാം നമ്മൾ ഇനി പറയുന്ന പേരാണ്. ഇനി അങ്ങോട്ട് പറയുന്നത് മുഴുവൻ n ഡയമെൻഷണൽ അറേസ് എന്നായിരിക്കും. ഓക്കെ, ഇനി ഡയമെൻഷൻ എന്ന് പറഞ്ഞു അല്ലെ, n ഡയമെൻഷണൽ അറേ. ഡയമെൻഷൻസ് 1 ഡയമെൻഷൻ ഉണ്ട്, 2 ഡയമെൻഷൻ ഉണ്ട്, 3 ഡയമെൻഷൻ ഉണ്ടെന്നും പറഞ്ഞു. ഇനി ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? അതന്നെ പറഞ്ഞന്നെ, എക്സും വൈയും സെഡും ഉണ്ടായിരിക്കും. അപ്പോ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ പറഞ്ഞ സംഭവം തന്നെ, അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞ എന്താണ് ഡയമെൻഷൻ? ആക്സസ്. ഇപ്പൊ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡയമെൻഷൻസ് മീൻസ് ഇവിടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആക്സസിനെയാണ് എന്തെന്ന് പറയുന്നത് ഡയമെൻഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം എക്സ് ആക്സസ് ഉണ്ട്, വൈ ആക്സസ് ഉണ്ട്, സെഡ് ആക്സസ് ഉണ്ട്. 3 ഡയമെൻഷൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ
വൺ ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇപ്പൊ വൺ ഡയമെൻഷൻ മീൻസ് നമ്പർ ഓഫ് ആക്സിസസ് അല്ലെ? അപ്പൊ വൺ ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആക്സിസ് എങ്ങനെയായിരിക്കും വരാം? എത്ര ആക്സിസ് ഉണ്ടായിരിക്കും? ഒരു ആക്സിസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതെങ്ങനെയായിരിക്കും ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്? എക്സ് മാത്രമായിരിക്കും. വൺ ഡയമെൻഷൻ മീൻ എക്സ് ആക്സിസ്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും, എക്സ് കോമ. ഓക്കെ, എക്സ് കോമ എന്നായിരിക്കും നിങ്ങൾക്ക് അത് കാണാം. അത് നമുക്ക് ഇനി ഡയമെൻഷൻ ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ഇപ്പൊ ഇവിടെ എക്സ് ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ഡയമെൻഷൻ മാത്രമാണെന്നുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ ആക്സിസ് ഉണ്ടായിരിക്കുള്ളൂ. അതേത് ആക്സിസ് ആയിരിക്കും? എക്സ് ആക്സിസ് ആയിരിക്കും. ഇനി ടു ഡയമെൻഷൻ ഇനി വൺ ഡയമെൻഷൻസിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയായിരിക്കും? വൺ ഡയമെൻഷൻ എക്സാമ്പിൾസ് ലിസ്റ്റ് ഒക്കെ ശരിക്കും വൺ ഡയമെൻഷൻ എക്സാമ്പിൾ ആണ്. ഞാൻ ഇത് ലിസ്റ്റ് അല്ല എന്ന് പറയാനുള്ള റീസൺ എന്താണ്? ഇതൊരു അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ വൺ ഡയമെൻഷന്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചത്. വൺ ഡയമെൻഷൻ അറേയുടെ അല്ല, വൺ ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ലിസ്റ്റ് എക്സാമ്പിൾ ആണ്, സെറ്റ് ഡിക്ഷണറി, ഇതെല്ലാം വൺ ഡയമെൻഷനൽ ആണ്. അതിന്റെ ഒറ്റ ആക്സിസ് അല്ലേ വരുന്നുള്ളൂ. അതുകൊണ്ട് അത് വൺ ഡയമെൻഷൻ എക്സാമ്പിൾസ് ആണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതായിരുന്നു? ടു ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ആക്സിസ് കാണും? രണ്ട് ആക്സിസ് കാണും. ടു ആക്സിസ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. ഏതൊക്കെയായിരിക്കും? ഒന്ന് എക്സ് ആക്സിസും മറ്റേത് എന്തായിരിക്കും? വൈ ആക്സിസ് ആയിരിക്കും. ടു ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ആക്സിസ് ആണ്. ഏതൊക്കെയാണ്? എക്സും വൈയും ആക്സിസുകളായിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് അറിയാം, ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്മളൊരു 3 ഡയമെൻഷൻ വരുന്നുണ്ട് അല്ലെ? 3 ഡയമെൻഷൻ വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? നമുക്ക് ചെറുപ്പം തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ? ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും? കോർഡിനേറ്റ്സ്, ഇതൊരു എക്സ് വൈയും കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും അല്ലെ? ഇത് എക്സ് ആക്സിസ് ആണ്. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ് ആക്സിസും ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ എന്ത് ആക്സിസ് ആയിരിക്കും? വൈ ആക്സിസ് ആയിരിക്കും. ഇത് നോർമൽ നിങ്ങളുടെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി 3 ഡയമെൻഷനിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാഫ് എങ്ങനെയാണ് മാറുക? ഇവിടുന്ന് ഒരു എക്സ്ട്രാ ഒരു ആക്സിസും കൂടി ഉണ്ടായിരിക്കും. അത് ആക്സിസിന്റെ പേര് എന്തായിരിക്കും? സെഡ് ആക്സിസ്. ഇതായിരിക്കും നമ്മുടെ ഈ പറയുന്ന ഗ്രാഫ്, ഡയമെൻഷൻ വൈസ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പൊ ഒരൊറ്റ ആക്സിസ് മാത്രമാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? സിംഗിൾ ലൈൻ അല്ലെ? ഇങ്ങനെ പോയിരിക്കും. ഇങ്ങനെയായിരിക്കും ആ ഒരു ഗ്രാഫ് പോകുന്നുണ്ടാവുക. ഇത് എക്സ് ആക്സിസ്. അതായത് വൺ ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ. ടു ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നമുക്ക് വൈ ആക്സിസും കൂടി കയറി വരും. ക്ലിയർ ആണല്ലോ ആക്സിസ് എങ്ങനെയാ വരുന്നത്? ഇനി നെക്സ്റ്റ് 3 ഡയമെൻഷനൽ. ഇപ്പൊ 3 ഡയമെൻഷനൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, ഇപ്പൊ വരച്ച ഗ്രാഫ് 3 ഡയമെൻഷന്റെ ആണല്ലോ. അപ്പൊ അതിന് ആരും കൂടി വരുന്നുണ്ട്? മൂന്നാമത്തെ ഒരു ആക്സിസും കൂടി വരുന്നുണ്ട്. ഉറക്കം വരണ്ട? മൂന്നാമത്തെ ഒരു ആക്സിസും കൂടി വരുന്നുണ്ട്. ഏതാണ്? സെഡ് ആക്സിസ്. അപ്പൊ എങ്ങനെയൊക്കെ ആയിരിക്കും രാഹുലെ പറഞ്ഞോ? 3 ആക്സിസ് വരുന്നുണ്ട്. ഏതാ? എക്സ് വൈ സെഡ് എന്നാണോ കൊടുക്കാം? എക്സ് കോമ വൈ കോമ സെഡ് എന്നാണോ ഇനി കൊടുക്കുക? ആദ്യം നമ്മൾ കൊടുക്കേണ്ട ആക്സിസ് ആണ് സെഡ് ആക്സിസ്. സെഡ് കോമ എക്സ് കോമ വൈ എന്നായിരിക്കും അതിന്റെ ആക്സിസ് വരുന്നത്. ഇപ്പൊ മോൻ കഴിക്കിട്ടൊന്ന് അപ്പൊ 3 ഡയമെൻഷൻസ് പറഞ്ഞു. 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ ആൻഡ് 3 ഡയമെൻഷൻ. 1 ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ആക്സിസ് ഉണ്ടായിരിക്കും? ഒരു ആക്സിസ് ഉണ്ടായിരിക്കുന്നത്. 2 ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ആക്സിസാ? 2 ആക്സിസ്. 3 ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ആക്സിസ് വരുന്നുണ്ട്. നമ്മൾ ഇനി ചെയ്യുമ്പോൾ എല്ലാ ആക്സിസിലും നമ്മൾ ഇനി വർക്ക്ഔട്ട് ചെയ്യും, നമ്പർ വെച്ച് ചെയ്യുമ്പോൾ. പക്ഷെ നമ്മൾ നോർമലി നോക്കി ഏത് ആക്സിസിലായിരിക്കും? 2 ഡയമെൻഷൻ ആയിരിക്കും. 2 ഡയമെൻഷൻ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും? റോസ് ആൻഡ് കോളംസ് വരുന്നതായിരിക്കും നമുക്ക് 2 ഡയമെൻഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നെസ്റ്റഡ് ലിസ്റ്റ് അല്ലെ? നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ റോസ് ആൻഡ് കോളംസ് ആയിട്ടല്ലേ വരുന്നത്? നെസ്റ്റഡ് ലിസ്റ്റ്, നെസ്റ്റഡ് ഡിക്ഷണറി, പിന്നെ ഏതാ? CSV ഫയൽസ്, CSV ഫയൽ, ടെക്സ്റ്റ് ഫയൽ, ഇതെല്ലാം എന്തെന്നെയാണ്? 2 ഡയമെൻഷൻ എക്സാമ്പിൾസ് ആണ്. നമ്മൾ ഇനി ഡീൽ ചെയ്യാൻ പോകുന്നതും 2 ഡയമെൻഷനിലായിരിക്കും. അപ്പം വീണ്ടും ഞാൻ എക്സാമ്പിൾ ചോദിക്കുമ്പോ ഇതൊന്നും പറയരുത് കേട്ടോ. അറിയാം, പറയില്ല എന്നറിയാം. ഏത് എക്സാമ്പിൾസ് 2 ഡയമെൻഷനിൽ ഇനി എക്സാമ്പിൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും പറയരുതെന്ന് പറയായിരുന്നു. പറയണമെന്ന് പറഞ്ഞാൽ പറയില്ലല്ലോ. അപ്പൊ പറയണ്ട. ഓക്കെ, ഏതാ? അതായത് 3 ഡയമെൻഷൻ പറയുമ്പോ ആദ്യം സെഡ് ആക്സിസാ വരാ, പിന്നെയാണ് എക്സും വൈയും വരുന്നത്. അതങ്ങനെയാണ്. ഓക്കെ, ഇനി 3 ഡയമെൻഷൻ എക്സാമ്പിൾസ് ഏതൊക്കെയായിരിക്കും? നമുക്ക് നോർമലി അറിയുന്നല്ലേ 3 ഡയമെൻഷൻ എക്സാമ്പിൾസ് ഏതാ? ഓഡിയോസ്, വീഡിയോ ഫയൽസ്, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആണ്? 3 ഡയമെൻഷൻ എക്സാമ്പിൾസ് ആണ്.
ഓഡിയോ ഫയൽസ്, വീഡിയോ ഫയൽസ്, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആണ്? 3 ഡയമെൻഷന് എക്സാമ്പിൾസ് ആണ്. പക്ഷെ നമ്മൾ മെയിൻലി നോക്കുന്നത് ആരായിരിക്കും? നമ്മളെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഡാറ്റ സെറ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അതെല്ലാം എന്തായിരിക്കും? 2 ഡയമെൻഷൻ. 2 ഡയമെൻഷൻ മീൻസ് ഇവിടെ റോസ് ആൻഡ് കോളംസ് ആണ് വരുന്നത്. മനസ്സിലാക്കി നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? ആക്സസുകൾ എന്താണെന്ന് പറഞ്ഞു, എത്ര ഡയമെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു, എന്താണ് ഡയമെൻഷൻ എന്ന് പറഞ്ഞു, എന്താണ് ND അറേ എന്ന് പറഞ്ഞു. ഇപ്പൊ എന്താണ് ND അറേ എന്ന് പറയുന്നത്? n ഡയമെൻഷണൽ അറേ. അതെങ്ങനെ n ഡയമെൻഷണൽ ആവുന്നത്? വാട്ട് ഈസ് n ഡയമെൻഷണൽ അറേ? അറേസ് ക്രിയേറ്റഡ് യൂസിങ് numpy. numpy യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അറേനെയാണ് n ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. അല്ലേ ഞാൻ ആദ്യം തൊട്ടേ പറയുന്നേ, numpy നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന അറേകളെയാണ് എന്തെന്ന് പറയുന്നത്? n ഡയമെൻഷണൽ അറേ. ഓക്കെ, ഡയമെൻഷൻ മീൻസ് നമ്പർ ഓഫ് ആക്സിസസ്. എത്ര ഡയമെൻഷൻ ഉണ്ട്? 3 ഡയമെൻഷൻ ഉണ്ട്. 1 ഡയമെൻഷൻ ഒരൊറ്റ ആക്സിസ്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എക്സ് കോമ. ഇനി 2 ഡയമെൻഷൻ 2 ആക്സിസ്. ഏതാണ്? എക്സും വൈയും ആക്സിസ്. എക്സാമ്പിൾസ് ഏതൊക്കെയാ? നെസ്റ്റഡ് ലിസ്റ്റ്, നെസ്റ്റഡ് ഡിക്ഷണറി, CSV ഫയൽ, TXT ഫയൽ. ഇതെല്ലാം എന്തെന്നെയാണ്? JSON. ഇതൊക്കെ എന്തെന്നെയാണ്? റോസ് ആൻഡ് കോളംസ് വരുന്നതാണ്. നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഡാറ്റ സെറ്റ്. അത്ര മനസ്സിലാക്കിയാൽ മതി. റോസ് ആൻഡ് കോളംസ് വരുന്നതെല്ലാം എന്താണ്? 2 ഡയമെൻഷൻ. ഇനി 3 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എത്ര ആക്സിസ് ആ? 3 ആക്സിസ്. 3 ആക്സിസ് മീൻസ് ഏതൊക്കെയായിരിക്കും? Z ആക്സിസ്, X ആക്സിസ്, Y ആക്സിസ്. അതിന് എക്സാമ്പിൾസ് ഓഡിയോസ്, വീഡിയോസ്. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആണ്? 3 ഡയമെൻഷൻ ആയിട്ടുള്ള അറേസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോയിട്ടോ. കുഞ്ഞു പിള്ളേരെ പോലെ ഉറങ്ങ, തോറ്റി പോവാ, ഇതൊക്കെ തന്നെ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് നമുക്ക്? ഇപ്പൊ 1 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇപ്പൊ 1 ഡയമെൻഷണൽ അറേ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? എപ്പോ നിങ്ങൾ ഇനി ചെയ്യുന്നുണ്ടെങ്കിലും ഇമ്പോർട്ട് numpy എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ടോപ്പിൽ ഇമ്പോർട്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കണ്ട. അതങ്ങ് കമന്റ് ചെയ്തിട്ട് എഗെയിൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അതൊരു ശീലമായിക്കോട്ടെ. നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഇമ്പോർട്ട് ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു 1 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഇമ്പോർട്ട് ചെയ്യുക, ഒപ്പം ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോവുക. മുന്നേ ഒരു ലൈൻ ഇമ്പോർട്ട് ചെയ്ത് വെക്കണ്ട. ഓക്കെ, അപ്പൊ ഇനി ഞാൻ പറയാണ് 1 ഡയമെൻഷണൽ അറേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് ഒരു 1 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യുക. പുതിയൊരു 1 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യുക. 1 ഡയമെൻഷൻ മീൻസ് ഒരൊറ്റ ആക്സിസ് ഉണ്ടായിരിക്കുള്ളൂ. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എക്സാമ്പിൾ നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത് എന്താണ്? 1 ഡയമെൻഷണൽ അറേ ആണ്. ക്രിയേറ്റ് ചെയ്യും. Create a 1-dimensional array using numpy. Create a 1-dimensional array using numpy. So first ആരെ ഇമ്പോർട്ട് ചെയ്യണം? ഇമ്പോർട്ട് numpy as np. ഇനി എന്ത് ചെയ്യാണ്? a is equal to ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ a is equal to ആരെ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോണേ? numpy. So np dot array of സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് 1 ഡയമെൻഷണൽ ആണ്. സോ 1 ഡയമെൻഷണൽ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ആക്സിസ് ഉണ്ടായിരിക്കുള്ളൂ. സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് ഞാൻ 2,6,7,4 എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ പ്രിന്റ് ഓഫ് നമ്മുടെ അറേ എവിടെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? എ എന്ന് പറയുന്ന വേരിയബിളിനകത്താണ് നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ പ്രിന്റ് ഓഫ് എ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അറേ അവിടെ ക്രിയേറ്റ് ആവും. ക്രിയേറ്റ് ആയല്ലോ 1 ഡയമെൻഷണൽ അറേ. ഇനി ഞാൻ പറഞ്ഞു ഇത് 1 ഡയമെൻഷണൽ ആണെന്നുള്ളത്. നിങ്ങൾ അത് വിശ്വസിച്ചു അല്ലെ? അപ്പൊ നമുക്കിത് ചെക്ക് ചെയ്യണ്ടേ? ശരി തന്നെയാണ്, ചെക്ക് ചെയ്യണ്ടേ? നിങ്ങൾക്ക് ഉറപ്പുണ്ടാ ഞാൻ പറഞ്ഞതെല്ലാം കറക്റ്റ് ആണെന്നുള്ളത്? ആണോ? എന്നെത്ര വിശ്വാസമാണോ? എന്നാ ഞാൻ പറയുന്നത് ഇത് 1 ഡയമെൻഷണൽ അറിയാന്ന് പറഞ്ഞു. ഇനി എന്ത് ചെയ്യണം? എനിക്കിത് ചെക്ക് ചെയ്യണം ഇത് 1 ഡയമെൻഷനിൽ തന്നെ ആണോ എന്നുള്ളത്. സോ അത് ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കീ ആണ് ndim യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടാൻ പറ്റും? അതിന്റെ ഡയമെൻഷൻ
ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ടു ചെക്ക് ദ ഡയമെൻഷൻ നമ്മൾ ആരെ യൂസ് ചെയ്യും? ndim എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ndim. അപ്പൊ എങ്ങനെയായിരിക്കും ചെക്ക് ചെയ്യുക? ഇത് 1 ഡയമെൻഷൻ ആണോ എന്നുള്ളത്, നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡയമെൻഷൻ 1 ഡയമെൻഷൻ ആണോ എന്നുള്ളത് നോക്കണം. അപ്പം എന്ത് കൊടുക്കുക? ndim ആണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ടു ചെക്ക് ദി ഡയമെൻഷൻ. ചെക്ക് ദി ഡയമെൻഷൻ നമ്മൾ ndim യൂസ് ചെയ്യും. അപ്പൊ എങ്ങനെയായിരിക്കും? നമ്മുടെ വേരിയബിളിന്റെ നെയിം എന്താണ്? എ ഡോട്ട് എന്ത് കൊടുത്താൽ മതി? ndim എന്ന് കൊടുത്തിട്ട് ഈ പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഡയമെൻഷൻ എന്താന്നുള്ളത് കാണാനായിട്ട് പറ്റും. ഇപ്പൊ എന്ത് ഡയമെൻഷൻ ആണിത്? 1 ഡയമെൻഷൻ ആണ്. നമുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അറേ എന്ന് പറയുന്നത് ഡയമെൻഷൻ ഈസ് 1 ഡയമെൻഷൻ. പ്രിന്റ് ഓഫ് എയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അറേയും കൂടി ഒപ്പം പ്രിന്റ് ആയിട്ട് വരും. അറേ പ്രിന്റ് ആയി. ദെൻ അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? 1 ഡയമെൻഷൻ ആണെന്നും ചെക്ക് ചെയ്തിട്ടുണ്ട്. 1 ഡയമെൻഷൻ. ഇനി ടൈപ്പ് നോക്കണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് ഓഫ് എന്താണ്? ടൈപ്പ് ഓഫ് എ എന്ന് കൊടുത്താൽ മതി. ടൈപ്പ് ഓഫ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അത് എപ്പോഴും ചെക്ക് ചെയ്യണമെന്നില്ല. നമുക്ക് അറിയാലോ അത് അറേ യൂസ് ചെയ്തിട്ടാണ് നമ്പൈ യൂസ് ചെയ്തിട്ടാണ് ചെയ്യണത്. സോ അതൊരു നമ്പൈ n ഡയമെൻഷണൽ അറിയാമെന്നറിയാം. മനസ്സിലായല്ലോ? ഓക്കെ. ഇപ്പം 1 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ് അല്ലെ? ഇനി എങ്ങനെയായിരിക്കും അപ്പൊ 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യാം? 2 സ്ക്വയർ ബ്രാക്കറ്റ്സ്. അപ്പൊ നമ്മൾ ഇനി 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ക്രിയേറ്റ് എ 2 ഡയമെൻഷണൽ അറേ, 2D അറേ. പിന്നെ 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യണം. ശ്രദ്ധിച്ചിരുന്ന ഇമ്പോർട്ട് numpy as np. then എന്ത് ചെയ്യണം? a is equal to np. numpy യൂസ് ചെയ്തിട്ടാണ് ഞാൻ അറേ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ np ഡോട്ട് അറേ ഓഫ് സിംഗിൾ സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? 1 ഡയമെൻഷണൽ അറേ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്താണ്? 2 ഡയമെൻഷണൽ അറേ ആണ്. അപ്പൊ 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്ത് കൊടുക്കേണ്ടി വരും? 2 ബ്രാക്കറ്റ്സ് കൊടുക്കേണ്ടി വരും. അതായത് നമ്മുടെ നമ്പർ ഓഫ് ബ്രാക്കറ്റ്സ് ആണ് ഇവിടെ എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഡയമെൻഷൻസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ആക്സിസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? ഇവിടെ ബ്രാക്കറ്റ്സ് ആണ്. ഇനി 2 ഡയമെൻഷണൽ അറേ എന്നാണ് ഞാൻ പറഞ്ഞത്. 2 ഡയമെൻഷണൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? റോസ് ആൻഡ് കോളംസ് വരും. ഇപ്പൊ ഞാൻ ഇവിടെ ഇതിനകത്ത് 1, 2, 3 എന്ന് കൊടുത്തു. അപ്പൊ ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പ്രിന്റ് ആവാതിരിക്കോ? പ്രിന്റ് ഓഫ് എ എന്ന് കൊടുത്തിട്ട് ഈ പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ് ആവാണ്ടിരിക്കോ? പ്രിന്റ് ആയി. പക്ഷെ ഇത് എന്തെന്നെയാണ്? 2 ഡയമെൻഷണൽ അറേയാണ്. പക്ഷെ ശരിക്കും 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? റോസ് ആൻഡ് കോളംസ് ആണ്. അപ്പൊ റോസ് എന്ന് പറയുമ്പോൾ എങ്ങനെ? എത്ര റോസും വരാം, എത്ര കോളംസ് വേണമെങ്കിലും വരാം. അപ്പൊ ഞാൻ കൊടുക്കുന്നത് 2, 2, 3, then 3, 4, 5. ഇതിന്റെ അപ്പൊ നമുക്ക് റോസ് ആൻഡ് കോളംസ് അറിയുമ്പോൾ റോസ് നമ്മൾ ശരിക്കും എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? m/n മെട്രിക്സ് ആയിട്ടല്ലേ? 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ അത് മെട്രിക്സ് ഫോർമാറ്റിലോട്ട് മാറി. ഇനി പറയുന്നതല്ല മെട്രിക്സ് ഫോമിലോട്ടായിരിക്കും. അതായത് മെട്രിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും പണ്ടേ പഠിച്ചിട്ടില്ലല്ലേ? +2 ഒക്കെ എല്ലാവരും മെട്രിക്സ് പഠിച്ചിട്ടില്ലല്ലേ? ഇനി പഠിച്ചിട്ടില്ലേ? മാത്സിൽ ഉണ്ടാവുമല്ലോ? മാത്സ് ഉണ്ടായില്ല. ഓക്കെ. അപ്പം
നമ്മൾ ഇനി 2 ഡയമെൻഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ അതെല്ലാം ഇനി എന്താണ് മെട്രിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വേണമെങ്കിൽ എന്നല്ല, മെട്രിക്സ് ആയിട്ടും പറയാം, അറേ ആയിട്ടും പറയാം. ഇനിയിപ്പോ നിങ്ങളോട് ഞാൻ 2 ഡയമെൻഷനിൽ ഒരു അറേ അല്ലെങ്കിൽ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുമ്പോഴും സെയിം കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു മെട്രിക്സ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പൊ ഈ മെട്രിക്സിനകത്ത് എന്ത് വരുന്നുണ്ട്, 2 റോസ് ആൻഡ് എത്ര കോളംസ് ആ വരുന്നത്. റോസ് എന്ന് പറയുന്നത് ഏതാണ്, ഇങ്ങോട്ട് വരുന്നതാണെല്ലാം റോസ്. ഓക്കെ, താഴത്തോട്ട് വരുന്നത് 2ഉം 3ഉം 2ഉം 4ഉം 3ഉം 5ഉം ഇതെന്താണ്, കോളംസ് ആണ്. അതെല്ലാവർക്കും അറിയുന്നല്ല, റോസ് ആൻഡ് കോളംസിന്റെ കൺസെപ്റ്റ് അറിയുന്നതാണല്ലോ. നമുക്ക് ഇതിനകത്ത് 2 കോളംസ് റോസ് വരുന്നുണ്ട്, 3 എത്ര വരുന്നുണ്ട്, കോളംസ് ആണ് വരുന്നത് ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിന്റെ നമ്മൾ നോർമലി മെട്രിക്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും പറയാ, M/N മെട്രിക്സ് എന്നല്ല പറയാറ്. എപ്പോഴും നമ്മൾ പറയുന്നത് മെട്രിക്സിനെ എന്തെന്നായിരിക്കും, M×N കൊടുത്തിട്ട് M/N മെട്രിക്സ് എന്നാണ് എപ്പോഴും പറയാറ്. M/N ഇതിനെ പറയുന്നത് M/N മെട്രിക്സ്. അതായത് M എന്ന് പറയുന്നത് എന്താണ്, M മീൻസ് നമ്പർ ഓഫ് M എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസും, അതേപോലെ തന്നെ N എന്ന് പറയുന്നത് എന്തായിരിക്കും, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് ആണല്ലോ. ഇതിൽ ഡൗട്ട് ഒന്നുമില്ല എല്ലാവർക്കും. കാരണം M/N മെട്രിക്സ് ആയിരിക്കും. മെട്രിക്സ് എപ്പോഴും നമ്മൾ പറയുന്നത് M/N മെട്രിക്സ് എന്നാണ്. M/N മീൻസ് 2/N എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളോട് ഒരു 2/N മെട്രിക്സ് 2/3 മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും, 2 റോസും അതേപോലെ തന്നെ 3 കോളംസ് ആണ് അല്ലെ. ഇപ്പൊ M മീൻസ് നമ്പർ ഓഫ് റോസും N മീൻസ് എന്താണ്, നമ്പർ ഓഫ് കോളംസ്. ഇനി പറഞ്ഞേ, ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അറേ അല്ലെങ്കിൽ മെട്രിക്സ് ഇതിന്റെ ഓർഡർ എത്രയായിരിക്കും. നമ്മൾ ഇതിന് പറയുന്നത് ഓർഡർ എന്നാണ്. M/N മെട്രിക്സ് മീൻസ് M/N ഓർഡറിൽ ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാന്നാണ് പറയാറ്. അപ്പൊ ഇതിനകത്ത് ഇതിന്റെ ഓർഡർ എങ്ങനെയായിരിക്കും ഞാൻ കൊടുക്കാം, 2 റോസ് വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ 2 എങ്ങനെയായിരിക്കും, 2 റോസും 2 റോസ് ആൻഡ് 2/3. കാരണം എത്രയാണ്, 2/3 എന്ന് പറയുമ്പോൾ 3 കോളംസ് ആണ്. അപ്പൊ ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, 2/3 ആണ് ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് വരുന്ന സമയത്ത് ഇത് എങ്ങനെയായിരിക്കും, 2,3 എന്നായിരിക്കും. 2 എന്ന് പറയുമ്പോൾ നമ്മൾ മാത്സിലായിരുന്നു നമ്മൾ അത് ക്രോസ് ഇട്ടിട്ട് റെപ്രസെന്റ് ചെയ്തായിരുന്നു M/N ഒക്കെ. ഇവിടെ ഇങ്ങനെയായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. 2/3 മെട്രിക്സ് എന്ന് പറയുമ്പോൾ 2,3 എന്ന് വെച്ചാൽ 2 റോസ് ആൻഡ് 3 കോളംസ്, അതായത് X ആക്സിസ് Y ആക്സിസ്. ഓക്കെ, 2,3 ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ മെട്രിക്സിനെ ആയിരിക്കണം എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ 2/3 മെട്രിക്സിനെയാണ് എനിക്ക് ഇനി ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെയായിരിക്കും ഞാൻ പാസ് ചെയ്യുക, ഫസ്റ്റ് എന്ത് ചെയ്തു, ഞാൻ ആദ്യത്തെ ബ്രാക്കറ്റ് ഇട്ടു. ഇത് 2 ഡയമെൻഷൻ ആണ്. ഇനി നമ്മൾ നോക്കാം എത്ര റോസ് വരുന്നുണ്ട്, 2 റോസ് വരുന്നുണ്ടല്ലോ. സോ ആദ്യത്തെ റോനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനകത്ത് വരുന്ന വാല്യൂസ് ഏതൊക്കെയാ, 3 വാല്യൂസ്. ആദ്യത്തെ റോനകത്ത് 3 വാല്യൂസ് വരുന്നുണ്ട്. സോ 3 കോളംസ് എന്നുള്ള രീതിയിലല്ലേ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ എങ്ങനെ പാസ് ചെയ്യണം, 2,2,3. അപ്പൊ ഇതിനകത്ത് 3 ആദ്യത്തെ റോ ആയി പ്ലസ് 3 കോളംസും വന്നു. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് കോമ സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് എന്ത് കൊടുക്കണം, 3,4,5. 3,4,5 എന്ന അടുത്ത ബ്രാക്കറ്റ്സിനകത്തായിട്ടാണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാണ്ട് അല്ല, ഒരു സിംഗിൾ ബ്രാക്കറ്റ്സിനകത്തല്ല. 3, ഏതായിരുന്നു 4,5 രണ്ടെണ്ണായില്ലേ. അപ്പൊ 2 റോസ് ആയിട്ടുണ്ട്. ആദ്യത്തെ ബ്രാക്കറ്റ് അങ്ങനെ തന്നെ കൊടുക്കും. ദെൻ ഓരോ റോയ്ക്കും നമ്മൾ സെപ്പറേറ്റ് ബ്രാക്കറ്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇനി ഇതെന്ന് പറയുന്നത് എന്താണ്, ആദ്യത്തെ റോ. ദെൻ ഇത് സെക്കൻഡ് റോ. ഇനി റോ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ അതിന്റെ കോളംസിന്റെ എണ്ണവും വരും അല്ലെ. അപ്പൊ ഇനി ഞാൻ ഇത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സെയിം മെട്രിക്സ് താഴോട്ട് വരില്ലേ, വന്നില്ലേ. ഇത് എത്രയാണ്, 2, 3, 3, 3, 4, 5. കറക്റ്റ് ആയിട്ടല്ല വന്നിരിക്കുന്നത്. 2 റോസ് ആൻഡ് 3 കോളംസ്. ഇപ്പൊ എത്ര റോ വേണം അതനുസരിച്ച് നമ്മൾ ബ്രാക്കറ്റ്സ് ഇട്ട് കൊടുക്കണം. കോളത്തിന്റെ എണ്ണം എവിടെ തന്നെ കൊടുക്കണം, ആ ബ്രാക്കറ്റ്സിനകത്തായിട്ട് തന്നെ പാസ് ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആണല്ലോ. ഇനി പ്രിന്റ് ഓഫ് A ചെയ്തപ്പോ എനിക്ക് എന്ത് കിട്ടി, ആ ഒരു മെട്രിക്സ് എനിക്ക് അവിടെ ഔട്ട്പുട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഡയമെൻഷൻ നോക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പ്രിന്റ് ഓഫ് A ഡോട്ട് N ഡയമെൻഷൻ. എന്റെയും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 2 ഡയമെൻഷനൽ തന്നെയാണോ എന്നുള്ളത്. 2 ഡയമെൻഷനൽ അല്ലേ. ക്ലിയർ ആയോ? ചെയ്ത് നോക്കിക്കോ, മനസ്സിലാക്കി വെക്കുക. കൺഫ്യൂസ്ഡ് ആവരുത്. കൺഫ്യൂസ്ഡ് ആയി
ചെറുതായിട്ട്. ഇല്ല, ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ശരിയായിക്കോളും. മാം എനിക്കൊരു ഇഷ്യൂ ഉണ്ട്. അത് പറഞ്ഞോ. എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. ലാപ്ടോപ്പിന്റെ സാധനം നീ എന്നാ ഓഫ്ലൈൻ വരുന്നേ? ഓഫ്ലൈനിൽ അടുത്ത് വരും. ക്ലാസ് ക്ലാസ് കഴിയാറാകുമ്പോഴാണോ ഇനി അടുത്ത് വരുന്നത്? അല്ല അല്ല മിസ് ചെയ്യണ്ടാവല്ലേ. വേണ്ട വേണ്ട അത് ആ മൈക്കൊന്നും വിട്ടു. എനിക്ക് അവരുടെ ശബ്ദം കേൾക്കട്ടെ. പ്രസന്റേഷൻ പിന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തില്ലേ? പറഞ്ഞോ. സ്ക്രീൻ ഷെയർ ആയിട്ടാ മാം? ക്ലിയർ ആയില്ല. സ്ക്രീൻ ഷെയർ ആയിട്ട് എറർ വരുന്നത് കാണിക്കണ്ടേ? നമ്പൈ ഇൻസ്റ്റാൾ ആവാത്തല്ലേ? അതെ, അത് ഇപ്പൊ നമ്പർ ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ആയിരുന്നു, പക്ഷെ വേറെ എന്തോ കാണിക്കാൻ. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം, ഒരു 2:30 ആകുമ്പോ. ഓക്കെ മാം. ഇതിൽ ഡൗട്ട് ഉണ്ടോ? 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യുന്നതിൽ? ഇല്ല, മെട്രിക്സ് തന്നെയാണ്, സെയിം ആസ് മെട്രിക്സ് തന്നെയാണ്. നമ്മൾ 2/5 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 കോളംസ് ആൻഡ് 2 റോസ് ആൻഡ് 5 കോളംസ്. ഇനി 3/3 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? 3 റോസ് ആൻഡ് 3 കോളംസ്. അപ്പൊ ഇനി ഞാൻ നിങ്ങളോട് പറയുമ്പോ വാല്യൂസ് തന്നിട്ട് ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാനാണോ പറയാ? അല്ല, ഞാൻ പറയാൻ പോകുന്നത് ഇനി നെക്സ്റ്റ് നിങ്ങളൊരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറയുമ്പോ എങ്ങനെയായിരിക്കും? ക്രിയേറ്റ് എ 2 ഡയമെൻഷണൽ മെട്രിക്സ്. ചെയ്തോട്ടപ്പം. ക്രിയേറ്റ് എ 2 ഡയമെൻഷണൽ അറേ ഓർ മെട്രിക്സ്, എന്തും പറയാം. അറേ ഓർ മെട്രിക്സ് ഇൻ ദി ഓർഡർ 4/5. 4/5 എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. 4/5 ഓർഡറിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ 4/5 എന്ന് പറയുമ്പോ എന്തായിരിക്കും അതിന്റെ അർത്ഥം? 4 എന്തായിരിക്കും സാലിഹ്? 4 റോ ആൻഡ് 5 കോളംസ്. ക്രിയേറ്റ് ചെയ്തൂടെ? അപ്പൊ 4 റോസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ റോ ക്രിയേറ്റ് ചെയ്യുമ്പോ തന്നെ ഒപ്പം അതിനകത്ത് 5 വാല്യൂസ് കൊടുക്കണ്ടേ? കാരണം 5 കോളംസ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ചെയ്തോ. ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാൻഡ് റൈസ് ചെയ്യാട്ടോ. നാല് റോസ് വേണം, 5 കോളംസ് ആണ് വേണ്ടത്. ക്രിയേറ്റ് ചെയ്തോ എല്ലാവരും? ഓൺലൈൻ എത്ര പേര് ക്രിയേറ്റ് ചെയ്തോ ഓൺലൈനില്? ആര്യമോഹൻ, ഫ്രമിൻ, ജസീൽ, മേരി ഗ്ലിൻഡ, ഷാരോൺ തോമസ്, തൻവീർ, ഗൗതം. ക്രിയേറ്റ് ചെയ്തായിരുന്നോ?
ഓക്കെ, പറഞ്ഞു എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. ഇമ്പോർട്ട് numpy ആസ് np, ഒരു വേരിയബിൾ a is equal to ആരെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന np ഡോട്ട് array of ആദ്യത്തെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി അഗൈൻ നമ്മൾ കൊടുക്കുന്ന റോസ് അല്ല, അടുത്ത ബ്രാക്കറ്റ്സിനകത്താണ് കൊടുക്കുന്നത്. സ്ക്വയർ ബ്രാക്കറ്റ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? നമ്പർ ഓഫ് ആക്സിസിനെയാണ്. സോ ബ്രാക്കറ്റ്സിനകത്ത് 1, 2, 3, 4, 5. ഓക്കെ, ആദ്യത്തെ റോ 5 കോളംസും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി കോമ അടുത്ത റോ എന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ള വാല്യൂസ് പാസ് ചെയ്യുക. 2, 3, 4, 5, 6. ദെൻ അഗെയിൻ കോമ സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് 3, 4, 5, 6, 7. 5 എണ്ണായില്ലേ? ദെൻ അഗെയിൻ കോമ അടുത്ത സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് എന്ത് പാസ് ചെയ്ത് കൊടുക്കണം? അടുത്ത വാല്യൂസ് അഗെയിൻ 1, 2, 3, 4, 5. എത്ര റോസ് ആയി? 1, 2, 3, 4 റോസ് ആയി അല്ലെ? 4 റോസ് ആയി. എല്ലാത്തിനകത്തും 5 വാല്യൂസ് തന്നെ വരുന്നുണ്ടോ എന്നുള്ളതോടും ചെക്ക് ചെയ്യണം കേട്ടോ. ദെൻ പ്രിന്റ് ഓഫ് എ കൊടുക്കുക. ഒപ്പം നമുക്ക് ഡയമെൻഷനും കൂടി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് ഓഫ് എ ഡോട്ട് എൻഡ്. എന്തായിട്ടുണ്ട്? നമുക്ക് ആ ഒരു 4/5 മെട്രിക്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട് വിത്ത് 4 റോസ് ആൻഡ് 5 കോളംസ് ആയിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്താണ്? 4/5 മെട്രിക്സ് എന്നാണല്ലോ. ഇനി ഇതിനകത്ത് ഒരു റോയില് ഒരു വാല്യൂ കുറഞ്ഞു എന്ന് വിചാരിക്കാം. ഇത് ക്രിയേറ്റ് ആവോ? ഇല്ല. എന്തെന്നാ കാണിക്ക? മിസ്സിംഗ് വാല്യൂ. സെറ്റിംഗ് എൻ അറേ എലമെന്റ് വിത്ത് എ സീക്വൻസ് ആണല്ലോ. അതായത് ആദ്യത്തെ ഞാൻ കൊടുത്തിരിക്കുന്ന റോസിലെല്ലാം 5 എലമെന്റ്സ് ഉണ്ട്. ഞാൻ അവസാനം കൊടുത്തിരിക്കുന്ന ഒരു റോനകത്ത് ഒരു എലമെന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? റിക്വസ്റ്റഡ് അറേ ഹാസ് എ ഇൻഹോമോജീനിയസ് ഷേപ്പ് ആഫ്റ്റർ 1 ഡയമെൻഷൻ. അതായത് അതിന്റെ ഷേപ്പ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, അതാണ് അതിന്റെ മീനിങ്. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും 4 റോസ് ക്രിയേറ്റ് ചെയ്തു, പക്ഷെ അതിന്റെ എന്താണ് കോളംസ് എപ്പോഴും എന്തായിരിക്കണം? മുന്നേ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ആയിരിക്കണം. ഷേപ്പ് കറക്റ്റ് ആയിട്ട് തന്നെ വരണം. ഷേപ്പ് മീൻസ് അതിനകത്ത് വരുന്ന എലമെന്റ്സ് അത് കറക്റ്റ് ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പൊ എങ്ങനെയാണ് 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്? അപ്പൊ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ചെയ്ത് ശരിയായിക്കോളും. ഓക്കെ, ചെയ്താൽ തന്നെ പ്രാക്ടീസ് ആയിക്കോളും ഡയമെൻഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ. ഓക്കെ, ഇപ്പൊ 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യാൻ ഓക്കെയാണ്. 1 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യാൻ ഓക്കെയാണ്. നമുക്കിനി നാളെ ബാക്കി നോക്കാം. എങ്ങനെയാണ് ഇനി അറേസിന്റെ ബാക്കി കൺസെപ്റ്റ് വരുന്നതെന്നുള്ളതും നാളെ നമുക്ക് നോക്കാം. അപ്പൊ ഇന്ന് നമ്മൾ numpy ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. numpy എന്ന് പറയുന്നത് എന്താണ്? ന്യൂമറിക്കൽ പൈത്തൺ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അറേസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ അറേ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മാത്തമെറ്റിക്കൽ റിലേറ്റഡ് എന്ത് അനാലിസിസും മാത്തമെറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള അനാലിസിസ് നടത്താനാണ് ശരിക്കും ന്യൂമറിക്കൽ പൈത്തൺ യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു numpy യൂസ് ചെയ്തിട്ട് അറേ ക്രിയേറ്റ് ചെയ്യാണ്. ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അറേനെ പറയുന്ന പേരാണ് എന്ത്? n ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ND അറേ എന്ന് പറയുന്നത്. ദെൻ ഡയമെൻഷൻ മീൻസ് എന്താണ്? നമ്പർ ഓഫ് ആക്സസിനെയാണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ എത്ര ഡയമെൻഷൻസ് വരുന്നുണ്ട്? 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ ആൻഡ് 3 ഡയമെൻഷൻ. നമ്മൾ 1 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്തു, 2 ഡയമെൻഷണൽ ക്രിയേറ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ളത് നമുക്ക് നാളെ നോക്കാം. ക്ലിയർ ആണല്ലോ? ഓൺലൈൻ ഓക്കെ. മാം, ഈ എയുടെ മറ്റേ സജഷൻസ് എങ്ങനെ റിമൂവ് എന്നറിയാം? ടെൻഷൻ മനസ്സിലായില്ല. മറ്റേ സജഷൻസ് തരത്തില്ലേ ടൈപ്പ് ചെയ്യുമ്പോൾ അത് എയുടെ? സജഷൻ നിർത്താനായിട്ട് ഇതിന്റെ ടോപ്പില് എന്റെ സ്ക്രീൻ കാണുന്നില്ലേ? ഇവിടെ ഇങ്ങനെ ഒരു ജെറ്റ് ബ്രെയിൻസ് AI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്താണ് അത് ഓഫ് ചെയ്യേണ്ടത്. ഓഫ് ചെയ്യണമെങ്കിൽ തന്നെ ഇതിനകത്താണ് ഓഫ് ചെയ്യേണ്ടത്. നോക്കോ? ഓ, അതിനകത്താണ് ഓഫ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഞാനിപ്പോ ഓൺ ആക്കിയോ എന്നൊരു സംശയമുണ്ട്. ഇല്ല, ആക്കില്ല. ഈ ഒരു ഓപ്ഷനിലാണ് അത് ഓഫ് ചെയ്യുന്നത് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണേ. ജെറ്റ് ബ്രെയിൻസ് AI എന്ന് പറഞ്ഞിട്ട് ടോപ്പിലെ ഈ ഒരു സിമ്പിൾ കണ്ടോ? അതിലൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. നോക്കി നോക്ക്. ഇതിലാണെന്നാണ് എന്റെ ഒരു ഉറപ്പ്. ഒന്ന് നോക്കിയിട്ട് പറയണേ ധനീഷ്. അതെനിക്കില്ല. ഏതാ? ആ ഒരു സിമ്പിൾ എനിക്കില്ല. ഇല്ല. അപ്പൊ സെറ്റിംഗ്സിലൊന്ന് നോക്കണേ. പലതിലും പല രീതിയിലാണ് വരുന്നത്. അതാണ് ഇപ്പൊ ഡൗട്ട് അയക്കുന്നത്. AI കയറി വന്നത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് നോക്കിയിട്ട് പറയണേ. ഇതിലാണ് നോർമലി ചെയ്യുന്നത്. ഇനി സെറ്റിംഗ്സിൽ ഉണ്ടോന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്യണേ. ഓക്കെ ഓൺലൈൻ. താങ്ക് യു. ലീവ് ചെയ്തോട്ടെ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. അറ്റൻഡൻസ് ഒന്ന് കാണിച്ചു തരോ? ഞാൻ ചെയ്തില്ല.
സ്കാൻ ചെയ്തോ? സ്കാൻ ചെയ്തോ? ഓക്കെ, സ്കാൻ ചെയ്തോ? ഓഫ്ലൈൻ സ്കാൻ ചെയ്തോ? ചെയ്യാത്തവര്? താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. ഏതാ വീണ്ടും പോയി, മൊത്തം പോയി. ഫയലിൽ എവിടെയെങ്കിലും ഉണ്ടാവോ? നമ്മുടെ പ്രൊജക്ട് ഫയലിൽ സേവ് ചെയ്തിട്ട് എങ്ങാനുണ്ടോ? അന്നും കണ്ടില്ല, ഇന്നും പോയി. ലാപ്പ് എടുത്തിട്ടുണ്ടോ? ലാപ്പില്ലേ? പവർ ബി ഉണ്ടല്ലോ.